ഹലോ, 69 ഇന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ്. ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ക്ലാസ് വേണ്ടവർ കമന്റ് ചെയ്യണം. ഇഷ്ടംപോലെ കമന്റ്സ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ബഹളം വരെ ആയിട്ടുണ്ട്. എന്തുവാ വന്നിട്ടുള്ളത്? ക്ലാസ് എവിടെ? അതുവരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് നമ്മുടെ 10th പ്രിലിംസിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി ബോർഡ് LGSനും ബിവ്കോ LDക്കും വേണ്ടിയുള്ളതാണത്. അപ്പൊ അതിന്റെ പ്രിലിംസിന് വേണ്ടിയുള്ള സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മോഡൽ എക്സാംസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര ശരിയായി, എത്ര തെറ്റി, എത്ര സ്കിപ്പ് ചെയ്തെന്ന് പറയണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ഒട്ടും അറിയാത്ത സ്കിപ്പ് ചെയ്ത് തരാം. നെഗറ്റീവ്സ് ഒരു 5 താക്കാൻ ശ്രമിക്കുക. ഇതൊരു 1% ഇമ്പ്രൂവ്മെന്റ്. പിന്നെ ഇപ്പൊ മുതൽ നല്ലപോലെ ശ്രമിക്കണം. ആ 3000 വേക്കൻസി കാരണം ഈ പ്രിലിംസ് കടക്കണം. സിമ്പിൾ ആയിട്ട് പറ്റും. പിന്നെ കട്ട് ഓഫ് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോൾ കൂട്ടി കൊണ്ടുവരും. പുത്തൻ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് എല്ലാം കൊണ്ടുതരാം. അതുപോലെ കുറച്ച് കമന്റ്സിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവോത്ഥാനം വേണം, പിന്നെ അതേപോലെ കുറെ അഡീഷണൽ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തു തരാം, പേടിക്കാൻ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ 99ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് മോഡൽ എക്സാമിന്റേത് നമ്മളിപ്പോ ഇട്ടിട്ടുള്ളതിൽ ഒരെണ്ണം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇതുപോലെ മിസ്റ്റേക്സ് ഉള്ളതും പിൻ ചെയ്ത് തരാമേ. അപ്പൊ തുടങ്ങാം. റെഡിയല്ലേ? ഇത് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ, എത്രണ്ണം ശരിയായി എത്രണ്ണം തെറ്റി എന്നുള്ളത്. അതേപോലെ ഇതിന്റെ ആദ്യത്തെ മോഡൽ എക്സാം നമ്മൾ ഇട്ടിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇനി ഇട്ട് തരാം, പ്ലേലിസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം സെറ്റ് ആയിട്ട് പഠിക്കേ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാ, രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനെ പെട്ടെന്ന് എങ്ങോട്ട് നിങ്ങളുടെ മനസ്സ് പോകും, ഉത്തരം പോകും എന്നുള്ളത് എനിക്കറിയാം. ഒന്നുകൂടെ മനസ്സിരുത്തിക്കേ. തിരഞ്ഞെടുക്കപ്പെട്ടത് എത്ര പേരാ? 238 പേരാണ്. ഇങ്ങനെ രാജ്യസഭയിലോട്ട് തിരഞ്ഞെടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തത്. ടോട്ടൽ സ്ട്രെങ്ത് ആണ് 250 രാജ്യസഭയിൽ അല്ലെ. എന്നാൽ നോമിനേറ്റ് ചെയ്തത്, നാമനിർദ്ദേശം ചെയ്തത് 12 പേരെയാണെന്ന് ഓർത്തോണം. ഇത് അയർലൻഡിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്ന്. ഇത് ഓർത്തു വെച്ചോണം, രാജ്യസഭയുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ ഏതാ? അറിയുവോ ഇല്ലയോ? ഇല്ല, സ്കിപ്പാ. പക്ഷെ എണ്ണിക്കണം, പറയണം. അതിനനുസരിച്ച് നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചാണ് അടുത്ത വീഡിയോ ചെയ്യുക. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന ഏതാ? അത് ലോക്സഭയാണ് അല്ലെ. ഫസ്റ്റ് പാസ് ദ FPTP അല്ലെ, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്നുള്ളതില്ലേ. ഇത് പ്രകാരം ഡയറക്റ്റ് ഇലക്ഷൻ ആണ് ലോക്സഭയിൽ നടക്കുന്നത് അല്ലെ. രാജ്യസഭയിലോ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേറ്റീവ് സിസ്റ്റം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന് ഓർത്തോണം. ലോക്സഭയും രാജ്യസഭാ തെരഞ്ഞെടുപ്പും മേൽനോട്ടം വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അല്ലെ. പഞ്ചായത്ത് ഇലക്ഷൻസ് ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അത് മറക്കത്തില്ലല്ലോ, ഇല്ല. അപ്പൊ അതെ, അതിന്റെ ഉത്തരവും ഇവിടെ തന്നിട്ടുണ്ട്. റെഡി അല്ലേ? അതേപോലെ എല്ലാ 2 വർഷം കൂടുമ്പോഴും 1/3 മെമ്പേഴ്സ് വിരമിച്ചു പോകുന്നുണ്ട് രാജ്യസഭയില്. മെമ്പേഴ്സിന്റെ കാലാവധി 6 വർഷമാണ്. 6 ഇയേഴ്സ് ആണെന്ന് ഓർത്തോണം. രാജ്യസഭ സ്ഥിരം സഭയാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഈ കൂട്ടത്തിൽ ആർക്കാ? അറിയാമോ? ആരാ? അതാരാ? നല്ല ക്വസ്റ്റ്യൻ. അത് രാഷ്ട്രപതിയാണെന്ന് ഓർത്തു വെച്ചോണേ കേട്ടോ. അപ്പൊ ഒന്നോർത്തെ, ആർട്ടിക്കിൾ 352 റീസെന്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തതാണ്. 352 ആകുമ്പോഴത്തേക്കും നാഷണൽ എമർജൻസി അല്ലേ. ഓക്കെ, ഈ നാഷണൽ എമർജൻസിക്കകത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ 358 പ്രകാരം ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആവുന്നുണ്ട്. അത് ഓർത്തു വെക്കുവോ? ഇനി അങ്ങോട്ട് ചോദിക്കും. അപ്പൊ അത് രാഷ്ട്രപതിയാണെന്ന് ഓർത്തു വെച്ചോണം. റെഡിയല്ലേ? പ്രധാനമന്ത്രിയെ പറ്റിയും കൗൺസിലിനെ പറ്റിയും ഒക്കെ പറയുന്നത് ആർട്ടിക്കിൾ 74 75. രാഷ്ട്രപതിയെ പറ്റി പറയുന്നു, രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. പിന്നെ പാർലമെന്റിനെ പറ്റി പറയുന്നതോ, പാർലമെന്റ് ലോകം എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, പാർലമെന്റിന്റേത് 79. രാജ്യസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 80. ലോക്സഭയാണെന്നുണ്ടെങ്കിൽ 81. ഇത് 3 ഓർത്തു വെച്ചോണം കേട്ടോ. റെഡി അല്ലേ? ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് കേട്ടോ. എന്താ പറയാ, പഠിപ്പിക്കുന്ന ഫീൽഡ് എനിക്ക് ഭയങ്കര ലോക ഇഷ്ടമാണ്. അങ്ങനെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ബ്രഹ്മാസ്ത്ര ബാച്ചസ് ഉണ്ട്. ആ ടൈമിലത്തെ റാങ്ക് ഹോൾഡേഴ്സ് ആണത്. അതായത് ഇപ്പൊ ലാസ്റ്റ് റിസൾട്ട് വന്നിട്ടുള്ള ASMന്റെ. ഇതേപോലെ നിങ്ങൾക്കും അടുത്ത എക്സാമുകൾക്ക് ആവാം. ഒറ്റ കാര്യം മാത്രം, ക്വിറ്റ് ചെയ്യാതിരുന്നാൽ മതി. ക്വിറ്റ് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ സെറ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രപതി നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയിലത്തെ അശോക ചക്രത്തിന്റെ നിറം ഏതാണ്? ഇതും കൺഫ്യൂസിംഗ് ആ. മാറി മാർക്ക് ചെയ്താൽ ചിലപ്പോൾ മാർക്ക് പോവും. ആലോചിച്ചിട്ട് പറ, സ്കിപ്പാണോ കിട്ടിയോ? നാവിക നീലയാണെന്ന് ഓർത്തു വെച്ചോണം. റെഡിയല്ലേ? അപ്പൊ നമ്മുടെ ഈ ദേശീയ പതാക അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴാ? 1947 ജൂലൈ 22. അതേപോലെ നമ്മുടെ നാഷണൽ സിംബലോ 1950 ജനുവരി 26. ഇത്ര ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഫ്ലാഗ് കോഡ് വന്ന വർഷം 2002. റേഷ്യോ നീളവും വീതിയും 3:2 ആണ്. വീതിയും നീളമൊന്നും തിരിച്ചു ചോദിക്കും. നീളവും വീതിയും 3:2 ആ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ റിലേറ്റഡ് പറയാം. ഞാൻ ഓവർലോഡ് ആക്കുന്നില്ല, ബിഗിനേഴ്സിനെ വിചാരിച്ച് മാത്രം. അടുത്തത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശം ഈ കൂട്ടത്തിൽ ഏതാ? ആലോചിച്ചേ.
എന്തിനാ റിലേറ്റഡ് ഫാക്ട് പറയുന്നേ? എന്തിനാ? ഇതുപോലെ ഓരോ ചോദ്യം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നമുക്ക് ഇത് റീസണിങ് ചെയ്യാൻ പറ്റണം, ഇത് ഇതാക്കണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇച്ചിരി മുമ്പ് എഴുതിയതിൽ ഒരെണ്ണം ഉണ്ടല്ലോ, 352 ഡിക്ലെയർ ചെയ്യുമ്പോൾ നാഷണൽ എമർജൻസി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 358 വരും. അത് പ്രകാരം 19 ഇൻവാലിഡ് ആവുന്നത്. അതാണ് അനുച്ഛേദം 19. മനസ്സിലായോ? റെഡി അല്ലേ? ആർട്ടിക്കിൾ 20 എന്തുവായിരുന്നു? കുറ്റം ചെയ്തവരുടെ സംരക്ഷണം. 22 കരുതൽ തടങ്കൽ. 21 റൈറ്റ് ടു ലൈഫ്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു പ്രൈവസി, ഇതെല്ലാമാണ് ഇതിലും വരുന്നത്. ഓക്കെ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. അതേപോലെ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എന്ന് പറയുന്നത് 356. ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഇത്ര ഓർത്ത് വയ്ക്കോ. ഈ അടിയന്തരാവസ്ഥ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലെ ഏത് പാർട്ടിൽ നിന്നാണ് PSC ചോദിക്കും? പാർട്ട് 18. കേട്ടോ, 8ന്റെ പണി വരുമ്പോഴല്ലേ അടിയന്തരാവസ്ഥ. പാർട്ട് 18 ഇത് കിടക്കുന്നതെന്ന് ഓർത്തോണം. ഓക്കെ. മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? എന്തോ ചെയ്യും? ആലോചിച്ചേ. അറിയുമോ? സ്കിപ്പ് ചെയ്യോ? ആലോചിക്കണം. പക്ഷെ ഈ ടോപ്പിക് എഴുതി വെക്കണം, കളയരുത്. ഓക്കെ. എപ്പോഴാ? ഇതേണ്ട 2019 ജൂലൈ 27 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2019 ജൂലൈ 27. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നിലവിൽ വന്ന വർഷവേദ? പറയാമോ? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നിലവിൽ വന്ന വർഷം ചോദിച്ചു. ഏത് പറയും? 2007 നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് വേണ്ടായോ? വേണം. അപ്പൊ നോക്കിയേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് 2007 മാർച്ച് 5 നിലവിൽ വന്നു. ഓക്കെ. എന്നാൽ കേരളത്തിലത്തേതോ? കേരളത്തിൻ്റെത് വന്നത് 2013 ജൂൺ 3 2013 വന്നിട്ടുള്ളത്. ബാലന്മാരെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണം, അതാണ് മനോജ് കുമാർ. കേട്ടോ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ബാലന്മാരെ മാനേജ് ചെയ്യാൻ എന്ത് പാടാ അത്? KV മനോജ് കുമാർ അത്. കേട്ടോ, അപ്പൊ ഇത് രണ്ടും ഓർത്ത് വയ്ക്കത്തില്ലേ? പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടുള്ളവരുണ്ടേല് ഒരു കാര്യം കേട്ടണം. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ഇങ്ങനൊരു സംഭവം കാണാം. 10th പ്രിലിംസ് മാരത്തോൺ ബ്രഹ്മാസ്ത്ര. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ചാനൽ തുടങ്ങി ഒരു മാരത്തോൺ ചെയ്തിട്ടുള്ളത് ഇതാണ്. ഓക്കെ. ഈ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് റിസൾട്ട് വേറൊരു വീഡിയോയിലും എനിക്ക് ഒരുമിച്ച് ഇത്രയും കമന്റ്സ് കിട്ടിയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് അങ്ങനെ മൊത്തം ഉണ്ട്. നിങ്ങൾ ഇത് കണ്ടു നോക്കണം. കേട്ടോ, കണ്ടു നോക്കണം. അതേപോലെ നിങ്ങൾക്ക് നവോത്ഥാനവും പിന്നെ നമ്മുടെ ഈ 10th പ്രിലിംസിന് വേണ്ട ടോപ്പിക്സ് എല്ലാം മാരത്തോൺസ് യൂട്യൂബിൽ തരും. റെഡി ആയിക്കോ, ഇവിടെ ഒന്ന് സെറ്റിൽ ആയിക്കോ, സൂപ്പർ ആകാം. ലിറ്ററലി സൂപ്പർ ആയിരിക്കുക. ഓരോ സബ്ജക്റ്റും ഒരു വക അറിയത്തില്ലേലും ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ടിലൂടെ നിങ്ങളുടെ വേറൊരു വേർഷനെ കാണാം. കേട്ടോ, ഓക്കെ. അപ്പൊ ഇതൊന്ന് കണ്ടു തുടങ്ങിക്കോ. ഇതുപോലെ വേറൊരു വീഡിയോ കൂടെ തരാം. ഇന്നു മുതൽ ഓരോ വീഡിയോസ് തരാം. ഇത് മതിയാവും, അത്രേ പറയും. അടുത്ത, പാർലമെന്റിൽ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണ്? പാർലമെന്റിൽ എല്ലാവരോടും ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ആദ്യം എന്തുമായിരിക്കും സംഭവിക്കുന്നത് അറിയാവോ? ആദ്യം ചോദ്യോത്തരവേള. ഇത്രേ ഉള്ളൂ. പാർലമെന്റിൽ ആദ്യം ആൾക്കാർ വരും, ചോദ്യോത്തരവേള. സമയം 11 മണി. ഓക്കെ. ദൈർഘ്യം 1 hour. ഓക്കെ. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും വിശക്കും എല്ലാവർക്കും. അപ്പൊ ശൂന്യമായ വയറ് അല്ലെ? ശൂന്യവേള എന്ന് പറയുന്നത് 12 മണിക്കാണ്. ഇതെന്തോരം സമയമാ? 5 മുതൽ 15 മിനിറ്റ് വരെയെന്നും PSC ആൻസർ 30 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ശൂന്യവേള എത്രയാന്ന് പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് പാർലമെന്റിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഇത് മോക്ക് ടെസ്റ്റ് ഉദ്ദേശിച്ചത്, പക്ഷേ റിലേറ്റഡ് ഫാക്ട് പറഞ്ഞങ്ങ് പോവാ. ഒപ്പീനിയൻസ് നീഡഡ് കമന്റ് സെക്ഷനിൽ പറയണേ. കേട്ടോ. ആദ്യം വരുമ്പോഴേ ചോദ്യോത്തരവേള. ഓക്കെ. 11 മണി, 1 മണിക്കൂറുണ്ട്. രണ്ടും റിപ്പീറ്റഡാ. ശൂന്യവേള എത്ര മണിക്കാ? പ്രീവിയസ് ക്വസ്റ്റ്യനാ, 12 മണിക്കാണ്. അത് 5 തൊട്ട് 15 മിനിറ്റ് 30 മിനിറ്റ് ഓക്കെയാണ്. സ്പെസിഫിക്കലി അത് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഓക്കെയാണ്. ഇത് രണ്ടും പാർലമെന്റിൽ ഒരു ദിവസം നടപടിക്രമം ആരംഭിക്കുന്നത്. ആദ്യം ഒരാൾ വരുമ്പോൾ നമ്മൾ നീ എവിടെ ആയിരുന്നു? ചോദ്യം ആദ്യം ചോദ്യത്തിൽ നിന്ന്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശൂന്യവേള. ഓക്കെ. പിന്നെ പാർലമെന്റിന്റെ ആർട്ടിക്കിൾ എത്ര ആയിരുന്നു? നമ്മൾ ലോകം പറഞ്ഞു. പാർലമെന്റ് 79, രാജ്യസഭ 80, ലോക്സഭ 81. ഓർമ്മയുണ്ടല്ലോ. ഇനി ലോക്സഭ പാസാക്കിയ ധനബില്ല് രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം എത്ര ദിവസത്തിനുള്ളിലാണ് ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടത്? അറിയാമോ? മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ്. അപ്പോഴും ലോക്സഭ ധനബില്ല് നിർദ്ദേശങ്ങള് പഠിക്കണം. ഓക്കെ. ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. 14 ദിവസമാണ്. 14 ദിവസം. ഇനി ഒന്ന് കേട്ടെ. ഈ ധനബില്ല് എന്ന് പറയുന്ന മണി ബില്ലിന്റെ ആർട്ടിക്കിൾ ആണ് 10 മണി 110. ധനബില്ലിന്റെ ആർട്ടിക്കിൾ ആണ് 110. ബഡ്ജറ്റ് ചോദിച്ചാല് ഇതിലൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് 112. ഓക്കെ. 10 മണി ധനബില്ല് 110, ബഡ്ജറ്റ് 112. കഴിഞ്ഞ്. ധനബില്ലിന് ആകെയുള്ള അധികാരവും പവറും ഉള്ളത് ലോക്സഭയിലാണ്, രാജ്യസഭയിലല്ല. പ്രീവിയസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യന്. ഞാൻ ഇനി ഇടയ്ക്ക് പ്രീവിയസ് എടുത്ത് പറയുന്നില്ല.
മൊത്തം അതേ പറയത്തുള്ളൂ ഞാൻ പ്രീവിയസ് കേട്ടോ. അപ്പോ ലോക്സഭയിൽ ആണ് ധനബില്ലിനുള്ള അധികാരം. ലോക്സഭാ സ്പീക്കറാണ് ഐഡന്റിഫൈ ചെയ്തത്. അതും BC ചോദിച്ചത്. ഞാൻ പറഞ്ഞു പോവാണല്ലോ. ലോക്സഭാ സ്പീക്കറാണ് ഈ ധനബില്ല് ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും കിട്ടി. 14 ദിവസത്തിനാവും തിരിച്ചയക്കണം രാജ്യസഭ. രാജ്യസഭയ്ക്ക് മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് പവേഴ്സ് വളരെ കുറവാ. അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലും ഐഡന്റിഫൈ ചെയ്യേണ്ടത് ലോക്സഭാ സ്പീക്കറുമാണ്. ഇത് കിട്ടിയായിരുന്നോ? പിന്നെ അടുത്തത് ദേ നമ്മുടെ പ്രിലിംസിന്റെ സിലബസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. കേരള ആരോഗ്യക്ഷേമ പദ്ധതികൾ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. കുറച്ചു മുമ്പ് ഞാനൊരു മാരത്തോൺ കാണണമെന്ന് പറഞ്ഞില്ലേ. തൽക്കാലം ഇത് വേണമെങ്കിൽ 2 ദിവസം മാറ്റി വെച്ചോ. പക്ഷെ ഇത് കണ്ടിട്ടില്ലാതെ എക്സാമിന് പോകാൻ നിൽക്കരുത്. ഇതുപോലെ ഒന്നും ചെയ്തു തരാം. ഇത് കണ്ടിട്ട് പോണേ. കാണുമ്പോൾ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്നും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കാണുക. സൂപ്പർ ആവും കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? ഏത് കൊടുക്കും ഉത്തരം? പോസ് ചെയ്ത് വെച്ചിട്ട് ആലോചിച്ചിട്ട് മതി. കാരണം എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ ഞാൻ ഇല്ല, പക്ഷെ നമ്മളിപ്പോൾ ഒരുമിച്ച് ഈ റീസണിങ് ചെയ്യുന്നില്ലേ, അത് കിട്ടും. അതുകൊണ്ടൊന്ന് ഡെവലപ്പ് ചെയ്ത് ചിന്തിച്ച് എങ്ങനെ ചിന്തിക്കുന്നേ. ഓക്കെ, ഇതിനൊരു ഉത്തരം പറയാം. പക്ഷെ ഞാൻ ആ ഉത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് കുളവാവും. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന ആളെയാണ് ഈ അഭിസംബോധന ചെയ്യുക എന്ന് തന്നെ ഉദ്ദേശിച്ചത്. വിളിച്ചു കൂട്ടുന്നത് ആര്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി. അതേപോലെ അഭിസംബോധന ചെയ്യുന്നത് ആര്? രാഷ്ട്രപതി. ഇതിന്റെ അകത്ത് ഈ സംയുക്ത സമ്മേളനത്തിന്റെ മേൽനോട്ടം അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് ആരെന്ന് ചോദിക്കും. അതാരാ? ലോക്സഭാ സ്പീക്കറാണ് കേട്ടോ. അതിന്റെ ചെയർമാൻ, സംയുക്ത സമ്മേളനത്തിന്റെ ചെയർമാൻ ആര്? ലോക്സഭാ സ്പീക്കറാണ്. അഭിസംബോധന ചെയ്യുന്നത്, വിളിച്ചു കൂട്ടുന്നെന്ന് ചോദിച്ചാലും സെയിം. ഒത്തിരി പേർക്ക് ഇതിപ്പോ തെറ്റിയിട്ടുണ്ടാവും. കാരണം അടിപൊളി ട്രിക്കി സാധനമായി പോയത്. ഇനി സംയുക്ത സമ്മേളനത്തിന്റെ ആർട്ടിക്കിൾ അറിയാവോ? 108. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാ. 108 സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ്. 110 റീകളക്ട് ചെയ്ത ബിഗിനേഴ്സ്. 10 മണി ബില്ല്. 10 മണി ബില്ല്. 112 ബഡ്ജറ്റ്. ഓക്കെ, മണി ബില്ലുമായി ബന്ധപ്പെട്ട് പവർ ഉള്ളത് ലോക്സഭയില. ലോക്സഭ ചെയർമാൻ ആണ് അല്ലെങ്കിൽ സ്പീക്കർ ആണ് തീരുമാനിക്കേണ്ടത്. രാജ്യസഭയ്ക്ക് പവർ ഇല്ല. 14 ദിവസത്തിനകം രാജ്യസഭ തിരിച്ചയക്കണം. ഓക്കെ, അപ്പോ ഇതും നമുക്കായിട്ടുണ്ട്. അടുത്തത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏത് വർഷമാ? 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല്. നമ്മൾ പഠിച്ചിട്ട് പോണേ. അതെ. അതുപോലെ അന്ത്യോദയ അന്ന യോജന 35 കിലോ കേട്ടോ. ഭക്ഷണവുമായി ബന്ധം 35 കിലോ. അതായത് റൈസ് ആണെങ്കിൽ 3 കിലോ, 3 രൂപ 1 കിലോയ്ക്കും. ഗോതമ്പ് വീറ്റ് ആണെങ്കിൽ 2 രൂപ 1 കിലോയ്ക്കും കൊടുക്കും. 35 കിലോ ഉണ്ട് അന്ത്യോദയ അന്ന യോജന കേട്ടോ. അതേപോലെ അന്നപൂർണ്ണയുണ്ട്. 65 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നത് 10 കിലോ സൗജന്യമായിട്ട് കിട്ടും. 10 കിലോ സൗജന്യമായിട്ട് കിട്ടും. ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. ഓക്കെ, അതുപോലെ നമ്മുടെ 10th LDC ഇല്ലേ, 8 മാസം കൊണ്ട് തീർക്കുന്ന കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 799 രൂപയുടേത്. ഇതിൻ്റെ അകത്ത് ഫുൾ സബ്ജക്ട്സും റിലേറ്റഡ് ഫാക്ട്സും PDF-ഉം വീക്ക്ലി മന്ത്ലി ടെസ്റ്റ് സീരീസും ഡെഡിക്കേറ്റഡ് ടെലഗ്രാം ചാനലും വേൾഡ് ബെസ്റ്റ് ആയിട്ട് എല്ലാം ഉണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് പതുക്കെ ജോയിൻ ചെയ്ത് ഇപ്പൊ 4 ക്ലാസ്സേ ആയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് കേട്ടോ. 4 5 അത്രേ ഉള്ളൂ. ഓക്കെ, പതിയെ ഫേസിൽ പോവാ. ബിഗിനേഴ്സ് ഉണ്ട്, അങ്ങനെ പഠിക്കുന്നത്. അടുത്തത് ഏത് പ്രശസ്ത ചരിത്രകാരന്റെ പുസ്തകമാണ് ഇന്ത്യ എന്ന വിസ്മയം? ഏതാ? അറിയത്തില്ലെങ്കിൽ നമ്മളതങ്ങ് സ്കിപ്പ് ചെയ്യും. ഭാഷാമാണ് കേട്ടോ. ഭാഷാമാണെന്ന് ഓർത്ത് വെച്ചോണം. ഗുണ്ണാർ മിർഡാലിൻ്റെതാണ് റോളിംഗ് പ്ലാന്. ഈ റോളിംഗ് പ്ലാൻ എപ്പോൾ വന്നതാ? 5ാം പഞ്ചവത്സര പദ്ധതി ഫെയിൽ ആയി കഴിഞ്ഞിട്ട് വന്നതാണ് ഗുണ്ണാർ മിർഡാലിന്റെ റോളിംഗ് പ്ലാൻ എന്ന് ഓർത്ത് വെച്ചോണം. അമർത്യ സെന്നാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തതും 1998 നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് കിട്ടിയിട്ടുള്ളതും അമർത്യ സെൻ ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാ? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ 1950. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ അനുമതി കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952. 1ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 1951. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആര്? വൈസ് ചെയർമാൻ ആര്? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ലാസ്റ്റ് ഉപാധ്യക്ഷൻ ആര്? ലാസ്റ്റ് ഉപാധ്യക്ഷൻ അതോടുകൂടി പ്ലാനിംഗ് കമ്മീഷൻ തീർന്നു. നീതി ആയോഗ വന്നേ. ലാസ്റ്റ് ഉപാധ്യക്ഷൻ അലുവ കൊടുത്തു വിട്ടു. മോണ്ടെക് സിംഗ് അലുവാലിയാണ്. ആദ്യത്തേത് ഗുൽസാരിലാൽ നന്ദ. അവസാനത്തേത് മോണ്ടെക് സിംഗ് അലുവാലിയാണ് കേട്ടോ. പിന്നെ
നരിമാൻ ഹൗസിൽ മുംബൈ ആക്രമണം, ഭീകരരെ വധിക്കാൻ NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് നടത്തിയിട്ടുള്ള സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഇതിൽ ഏത് കൊടുക്കും, ഏത് സ്കിപ്പ് ചെയ്യും പറയണേ. നിങ്ങൾ അതേപോലെ കമന്റ് ചെയ്യണം, എത്ര ശരിയായി എത്ര തെറ്റായി. അതനുസരിച്ച് എനിക്ക് ആ ക്ലാസിന്റെ സ്പീഡും റിലേറ്റഡ് കണ്ടന്റ്സും കൂട്ടാൻ പറ്റും. ഞാൻ അങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ ഏതാ അത്? ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. പിന്നെ ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പറയുമ്പോൾ സോവിയറ്റ് ആഫ്രിക്കൻ വാറുമായി ബന്ധപ്പെട്ടുള്ളതാ. ഓപ്പറേഷൻ പരാക്രം നമ്മുടെ പാർലമെന്റിൽ നടന്നിട്ടുള്ള അറ്റാക്കിനുള്ള എതിരടിയായിരുന്നു ഓപ്പറേഷൻ പരാക്രം എന്നുള്ളത് ഓർത്തു വെച്ചോണം കേട്ടോ. റെഡി? പാകിസ്ഥാനെതിരെയായിരുന്നു ഓപ്പറേഷൻ പരാക്രമം. ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആര്? അടിപൊളി ക്വസ്റ്റ്യൻ. എന്താ കാര്യം? ഞാൻ അധികം കണ്ടിട്ടില്ല ഇത്. അത് തന്നെ ഇതുപോലത്തെ ഒട്ടും അറിയാത്തത് വരുമ്പോൾ നമ്മൾ പൊട്ടരാണ്, നമ്മൾ പഠിച്ചില്ല, ബാക്കിയുള്ളവർക്ക് അറിയാമെന്ന് വിചാരിക്കല്ല. ഓഫ് കോഴ്സ് ഒട്ടും അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് വരും. അതുമാത്രമല്ല നമുക്ക് അറിയാവുന്ന തെറ്റിക്കുന്നത് ഒഴിവാക്കണം. അപ്പൊ എന്താ, അറിയാത്ത സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സെറ്റ് ആക്കണം. ഏത് കൊടുക്കും? അപ്പം ചോക്കീല അയ്യർ ആണ് ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി. ചോക്കീല അയ്യർ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? 1866 ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ സമയത്ത് ഒരാൾ വന്ന് ദാദ കളിച്ചു. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ തുടങ്ങി. ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞതാ. അതാരാ? അത് ദാദാഭായ് നെവറോജി. ഇത് കിട്ടിയായിരുന്നോ? നോക്കണേ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോണ്ട് ദാദാഭായ് നെവറോജി 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നുള്ളൊരെണ്ണം തുടങ്ങി. ഓക്കെ, സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ എന്നാ PSC ചോദിച്ചത് എപ്പോഴും. ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1800 ദാദാഭായ് നെവറോജി തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. 76. ഓക്കെ, അപ്പം സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും കൂടെ ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876 തുടങ്ങി. MG റാനഡയോ വേറെ റേഞ്ച്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 തുടങ്ങി. ഇമ്പോർട്ടന്റ് ടെക്സ്റ്റിലുണ്ട്. ബാലഗംഗാധർ തിലക് ഉണ്ട്, GG അഗാർക്കർ ഉണ്ട്, വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഉണ്ട്, മഹാദേവ് ബല്ല നംജോഷി ഉണ്ട്. ഇതിലെ ബാലഗംഗാധർ തിലക്, GG അഗാർക്കർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884. രാജാറാം മോഹൻ റോയുടെ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇത്തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് അത് കിട്ടും. അങ്ങനല്ലേ? അതുകൊണ്ട് ഈ ക്ലാസ് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോ അല്ല ആദ്യം വരുന്നവരോ ഈ ക്ലാസ് കൂടെ കാണണം. അപ്പൊ നമുക്ക് മനസ്സിലായും പലതും റിപ്പീറ്റഡ് ആണ്, വലിയ പ്രശ്നമില്ലെന്ന്. കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന് രാജാറാം മോഹൻ റോയുടെ ആത്മീയ സഭ 1815, ബ്രഹ്മസമാജം 1828 ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ, അതേപോലെ ഈസ്റ്റ് ഇന്ത്യ അതും കഴിഞ്ഞു. ചിറ്റഗോങ് കലാപം നടന്ന വർഷം ഏതാ? ചിറ്റഗോങ് ആയുധപുര കവർച്ച, ചിറ്റഗോങ് ആർമറി റെയ്ഡ്. അവിടുത്തെ ഉള്ള ആയുധങ്ങളൊക്കെ ഇവരെടുത്തു. അതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെലിഗ്രാഫ് ലൈനും അതും ഇതും എല്ലാം കട്ട് ചെയ്തു. അപ്പൊ അവരെ ഐസൊലേറ്റ് ചെയ്തു ബാക്കി ബ്രിട്ടീഷുകാരിൽ നിന്നും. എന്നിട്ട് ആയുധങ്ങളെല്ലാം എടുത്തു. പക്ഷെ സക്സസ്ഫുൾ ആയില്ല. കാരണം അതിന്റെ ഇതുണ്ടല്ലോ, ബുള്ളറ്റ്സും കാര്യങ്ങളും ഒക്കെ, അത് എവിടെ എന്നുള്ള ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് അത്യാവശ്യം ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ ഇത് വേണം. സൂര്യ സെൻ ആണ് ഇതിന്റെ മെയിൻ ആള്. ഇമ്പോർട്ടന്റ് സൂര്യ സെൻ. ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്ന വർഷം ഏതാണ്? 1930. 1930 ഓർത്ത് വെച്ചോണം. 10th പ്രിലിംസുകാർക്ക് വേണ്ടി ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ സബ്ജക്റ്റും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും ടെസ്റ്റ് സീരീസും എല്ലാം ആയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ആപ്പിന്റെ അകത്തുണ്ട്, ഫോളോ ചെയ്യണേ. അടുത്തത് ഇത് നോക്കിക്കേ. ന്യൂ ഇംഗ്ലീഷ് സ്കൂള് 1880. ചിപ്ലുങ്കറും തിലകും അഗാർക്കറും. ന്യൂ ഇംഗ്ലീഷ് സ്കൂള്. ഇവരെ വേറെ എവിടെയോ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ അതുകൂടെ ഓർത്ത് നോക്ക്. അതേതായിരുന്നു? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884. GG അഗാർക്കർ, ചിപ്ലുങ്കറും ഉണ്ട്, ബാലഗംഗാധർ തിലകും ഉണ്ടായിരുന്നു. ന്യൂ സ്കൂളും ഇവര്. ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 84, ബാലഗംഗാധർ തിലക്, അഗാർക്കർ, ചിപ്ലുങ്കർ, നംജോഷി. ചിലപ്പോൾ ഈ പേര് മാത്രമായിട്ടായിരിക്കും എന്നേലും ഒരു ഓപ്ഷനിൽ വരുന്നത് PSCക്ക് വട്ട് കയറുമ്പോൾ. അടുത്ത അനുശീലൻ സമിതി. ഇനി ബെരീൻ എന്ന് പറഞ്ഞാൽ അപ്പോഴേ വരും. ഭയങ്കര അനുസരണയുള്ളതാന്ന് ഓർത്തത്. അനുസരണ ഇനി ബെരീൻ എന്ന് പറയുമ്പോഴേ ഇങ്ങ് വരും. ബരീന്ദ്ര കുമാർ ഘോഷിനെ വെച്ച PSC എപ്പോഴും ചോദിക്കാറുള്ളത്. ബാക്കിയുള്ളവരുണ്ട്, പക്ഷെ PSC ഫേവറേറ്റ് ബരീന്ദ്ര കുമാർ ഘോഷാണ്. അനുശീലൻ സമിതി. അഭിനവ് ഭാരത് സൊസൈറ്റി. ഭയങ്കര അഭിമാനമാണ് നമ്മുടെ സർക്കാരിനെ പറ്റി ആലോചിക്കുമ്പോഴെന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അഭിമാനമാണ്. ആരാ? VD സവാർക്കർ ഉണ്ട് കേട്ടോ. VD സവാർക്കർ ഉണ്ട്. അഭിനവ് ഭാരത് സൊസൈറ്റി ഭയങ്കര അഭിമാനമാണ് സർക്കാരിനെ പറ്റി. ഗദ്ദാർ മൂവ്മെന്റ് 1913 സാൻ ഫ്രാൻസിസ്കോയിൽ.
ലാല ഹർദയാൽ തുടങ്ങിയിട്ടുള്ളതാ. സാൻ ഫ്രാൻസിസ്കോ റിപ്പീറ്റഡ്. പിന്നെ HRA എന്താന്ന് വെച്ചാൽ ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയതല്ല. HR എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 24 സച്ചീന്ദ്രനാഥ് സന്യാല്, രാംപ്രസാദ് ബിസ്മില്, ജോഗേഷ് ചന്ദ്ര ചാറ്റർജി. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 1924. അടുത്തൊരെണ്ണം കാക്കോരി ട്രെയിൻ കവർച്ച, അതറിയാവോ? അത് 1925 അപ്പോഴേ ചിറ്റഗോങ് കലാപം മറക്കല്ല, 1930. ചിറ്റഗോങ് കലാപം 1930. പിന്നെ നമ്മുടെ കാക്കോരി ട്രെയിൻ കവർച്ച 1925. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, ചന്ദ്രശേഖർ ആസാദ് ആണ് ഇതിലുള്ളത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലേ? 1928. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ്. ഓക്കെ, ശരി. പിന്നെ അതേപോലെ ലാഹോർ ഗൂഢാലോചന കേസ്, ഇവരെ വധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലല്ലേ? 1928. ട്രെയിൻ കവർച്ച 25. അതുപോലെ നമ്മുടെ ചിറ്റഗോങ് ആയുധപ്പുര കവർച്ച 1930. ട്രെയിൻ കവർച്ച 25, ചിറ്റഗോങ് 30, ലാഹോർ കോൺസ്പിറസി 28 തന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉണ്ട്. ഇത്രയും ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമേ. നമ്മുടെ ആപ്പിൽ പോകുന്നു, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫാൽക്കൺ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി. ഫ്രീ കോഴ്സസ് ഉണ്ടോ? ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഇതിപ്പോൾ അപ്ലോഡ് ആകുന്നു, റെക്കോർഡിംഗ് അല്ലേ ഇപ്പോൾ. ഓക്കെ, ഫ്രീ ക്ലാസ്സസ് ഒത്തിരി ഉണ്ട്, നിങ്ങൾ കയറി നോക്കണേ. അപ്പം ഇതിൻ്റെ അകത്ത് വരും PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ കേരള ജോഗ്രഫിയുടെ ഫുൾ റിവിഷൻ ഇതിൽ നടത്തിയിട്ടുണ്ട്, ഫ്രീ ക്ലാസ്സാണ്, യൂട്യൂബിൽ ഇല്ലത്. ഫുൾ കണ്ടന്റ്സ് ഉണ്ട്, 2024 മുതൽ 26 വരെ ഉള്ളതും റിലേറ്റഡ് ഫാക്ട്സ് ഇതുപോലെ. അത് ഫുൾ സബ്ജക്ട്സ് കിട്ടും, അതും അതിൻ്റെ PDF ഇവിടെ കിടപ്പുണ്ട്, പഠിക്കണം കേട്ടോ. എക്സ്ക്യൂസ് ഒന്നും ഇല്ല, ഇനി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതൊരു ഫൈനൽ റിവിഷൻ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറ്റിയ പോസ് ചെയ്തിട്ട് വായിച്ചിട്ട് പോയാ സൂപ്പർ ആയിരിക്കും. കാരണം പിന്നീട് ഇതൊരു സാധനം കൊണ്ടു തരേണ്ട ആവശ്യമില്ലല്ലോ, അടുത്ത ഫാക്റ്റേ ഞാൻ കൊണ്ടുവരുള്ളൂ. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. എന്തായാലും പോസ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചേ. തിരിച്ചു നിന്നത് പോസ് ചെയ്യുമ്പോൾ നല്ലപോലെ നിൽക്കാനായിരുന്നേ. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? അറിയാവോ? ഏതാ? മദ്രാസ് ആയിരുന്നു. സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാ? ആ ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിക്കണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിൽ എന്നാ. സൈമൺ ഗോ ബാക്ക് എന്നുള്ള വാക്ക് കൊണ്ടുവന്ന യൂസുഫ് മെഹർ അലിയാണ്. ലാലാ ലജ്പത് റായിയാണ് പോപ്പുലർ ആക്കിയത്. നമുക്കിത് നോക്കാം. സൈമൺ ഗോ ബാക്ക്, യൂസുഫ് മെഹർ അലി. ഇൻകുലാബ് സിന്ദാബാദോ? മൗലാന ഹസ്രത് മൊഹാനിയാണ് അല്ലെ. പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഭഗത് സിംഗ് ആണ്. അവിടെ കണ്ടോ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇതിന്റെ വർഷം ഒന്ന് ആലോചിച്ചേ, 1928. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനോ 1924 ആയിരുന്നു. ഓക്കെ, അപ്പൊ ചിറ്റഗോങ് ആയുധപ്പുര, ചിറ്റപ്പന് 30 വയസ്സ്. ഓ, എന്തൊരു പൊട്ടം. പക്ഷേ ഓർമ്മ വന്നോ? ഇനി ട്രെയിൻ കവർച്ച 1925. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല, 28. ലാഹോർ ഗൂഢാലോചന കേസ് 28. ഈ സമയം കൊണ്ട് കുറച്ച് ബാക്ക് അടിച്ച് അതുകൂടെ ഒന്ന് നോക്കുമ്പോൾ കൂടുതൽ തറവാവും. കാരണം നമ്മൾ മറക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ച അപ്പോഴേ ന്യൂറൽ കണക്ഷൻസ് ഫോം ചെയ്യുന്നു, കൂടുതൽ ഓർത്തിരിക്കും. ഓക്കെ, തിരിച്ചു പോവാ. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ ഒത്തിരി റിലേറ്റഡ് ഫാക്ട് ഉണ്ടല്ലേ. നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് കമന്റ് ചെയ്യണേ, അതിനനുസരിച്ച് ക്ലാസ് മാറ്റി തരാം. ക്വിറ്റ് ഇന്ത്യ യൂസുഫ് മെഹർ അലി, മഹാത്മാഗാന്ധി പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ജയ് ഹിന്ദ് ആണെങ്കിൽ സൈനുൽ ആബിദീൻ കേട്ടോ, വാക്ക് കൊണ്ടുവന്ന് സൈനുൽ ആബിദീൻ ആണ്. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മഹാത്മാഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത് ഭയങ്കര റിപ്പീറ്റഡാ. സാറെ ജഹാം സെ അച്ച മുഹമ്മദ് ഇക്ബാൽ കേട്ടോ. സത്യമേവ ജയതേ ഉപനിഷത്തിൽ നിന്നാണ്. മദൻ മോഹൻ മാളവ്യാണ് പോപ്പുലർ ആക്കിയിട്ടുള്ളത്. 57 വിപ്ലവത്തെ അടിസ്ഥാനമാക്കി, അപ്പോഴേ 57 എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇതില്ലേ. ഏറ്റവും പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് അറ്റൻഡ് ചെയ്യാത്ത ഇതൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, ഞാനിത് പഠിച്ച് എങ്ങനെയും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബബിൾ ചെയ്ത് നെഗറ്റീവ് അടിപ്പിക്കുക. അങ്ങനെ ചെയ്യരുത്, സ്കിപ്പ് ആക്കണം. അതായത് നമുക്ക് അറിയാത്ത ഒഴിഞ്ഞു മാറുന്നത് അതിന്റെ ഭാഗമാണ്. ഡൗൺ ആവാൻ നിൽക്കണ്ട, പഠിച്ചെടുത്താൽ മതി കേട്ടോ. വിപ്ലവത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അറിയുവോ? ആരാ? താര ചന്ദാണ്. ഓക്കെ. പിന്നെ സ്വാമി വിവേകാനന്ദന്റെ ഉദ്ധരണികളിൽ പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? പെടാത്തത് ഏത്? പോസ് ചെയ്ത് വായിച്ചു നോക്കിക്കേ. ഏതാ? ദേ ഇത് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം പെട്ടിട്ടുണ്ട്. പട്ടിണി കിടക്കുന്നവനോട് പ്രബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഇത് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ, അതെല്ലാം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം കാണും അല്ലെ.
എടാ ദേ അത് മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഉപദ്വീപിലത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി അല്ലേ? ആനമുടിയാണ് 2695 മീറ്റർ. ആരവല്ലി എന്ന് പറഞ്ഞ റെസിഡ്യുവൽ മൗണ്ടന്റെ എക്സാമ്പിൾ ഏതെന്ന് PSC ചോദിക്കും. അവശിഷ്ട പർവ്വതം എന്ന് ചോദിക്കും. കാഞ്ചൻജംഗ ഇന്ത്യയിലത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള തർക്കരഹിത ഭൂമിയിലുള്ളതാണ് കാഞ്ചൻജംഗ. 85-86 മീറ്റർ. നിങ്ങൾ വേറൊരു സാധനം ഇപ്പൊ കാണും പലയിടത്തും, പക്ഷെ 85-86 PSC റിപ്പീറ്റ് ചെയ്ത ആൻസർ ചോദിച്ചിട്ടുള്ളത്. അത് പഠിക്കണം. 85-86-87 കാഞ്ചൻജംഗ. ഗോഡ്വിൻ ആസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 ആണെങ്കിൽ 8611 മീറ്റർ കേട്ടോ. 8611. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി എന്ന് PSC ചോദിച്ചാൽ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. അപ്പം തർക്കരഹിത ഭൂമി എന്ന് തന്ന കാഞ്ചൻജംഗ. കാരണം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, നമ്മുടെ കാശ്മീരിൽ പാകിസ്ഥാൻ അടിച്ചുകൊണ്ട് പോയ സ്ഥലത്തിലാണ് ഗോഡ്വിൻ ആസ്റ്റിൻ ഉള്ളത്. അതുകൊണ്ടാണ് തർക്കരഹിത ഭൂമിയിൽ ചോദിച്ച കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ്വിൻ ആസ്റ്റിൻ. അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അല്ലാതാവുന്നില്ലല്ലോ. ഓക്കെ, അടുത്തത് ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടാണ്? പോസ്റ്റ് ഓഫീസ് ചെന്ന് വേണം എന്തെങ്കിലും കൊടുക്കാനെന്ന് ഓർത്താൽ മതി. ഇത് തമിഴ്നാടാണ്, ചെന്നൈ കേട്ടോ. കിട്ടിയോ? അപ്പൊ ഇതിൽ എത്ര എണ്ണം കിട്ടി തെറ്റി അത് കൂട്ടി വെച്ചോണേ. മൗണ്ട് എവറസ്റ്റ് 8848 മീറ്റർ. മൗണ്ട് എവറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. 8848. നന്ദാദേവി 7816. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കേട്ടോ. ആനമുടി സൗത്ത് ഇന്ത്യയിലത്തെ അല്ലെ, ഉപദ്വീപീയ ഇന്ത്യയിലത്തെ 2695. ദേവികുളം താലൂക്ക്, മൂന്നാർ പഞ്ചായത്ത്. മീശപ്പുലിമല രണ്ടാമത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ സൗത്ത് ഇന്ത്യയിലെ 2640 മീറ്റർ. ഡൊഡ്ഡാബേട്ട നീലഗിരിയിലത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് 2637. അഗസ്ത്യകൂടം 1868. ഇനി ഗോഡ്വിൻ ആസ്റ്റിൻ 8611. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കാഞ്ചൻജംഗ 85-86. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തർക്കരഹിത ഭൂമിയിൽ. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഏറ്റവും ചെറിയ ദേശീയപാത ഇന്ത്യയിലത്തെ ഏതാ? ഏത് കൊടുക്കും? 966B ആണ്. NH44 എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് കോറിഡോർ, തെക്ക് വടക്ക് ഇടനാഴി, നോർത്ത് സൗത്ത് കോറിഡോർ ആണ് NH44 കേട്ടോ. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഉണ്ട്, അതെന്ന് പറയുമ്പോൾ NH27 ആണ്. ഇനി ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാന കൂട്ടത്തിൽ ഏതാ? ഇതുപോലത്തെ സംസ്ഥാനങ്ങളുടെ ഇതൊക്കെ ചോദിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലത്തെ ബേസിക് ഫാക്ട് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഈ വരുന്നത്. ഇന്ന് നമ്മുടെ LDC ബാച്ചിൽ ഇതായിരുന്നു പഠിപ്പിച്ചത്. അപ്പൊ ആ ബാച്ചുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതുപോലാണോ പഠിപ്പിച്ചേ? ആലോചിക്കുക. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലത്തെ സംസ്ഥാന ഈ കൂട്ടത്തിൽ ഏതാണ്? അറിയുവോ ഏതാ? അത് സിക്കിം ആണ് കേട്ടോ. ഒരേ ഒരു സംസ്ഥാനമായിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മാറ്റി നിർത്തി. സിക്ക് ആയതുകൊണ്ട്, പനി ആയതുകൊണ്ട് അത് സിക്കിമാ. ഇനി ഒന്ന് കേട്ടെ, 3 രാജ്യങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? സിക്കിം, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ. 3 രാജ്യങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത് സിക്കിം, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ. ഒറ്റ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമോ കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ ത്രിപുര. ത്രിപുര എന്ന് പറയുമ്പോൾ 3 സൈഡും ബംഗ്ലാദേശാ. 3 സൈഡും ബംഗ്ലാദേശുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏതാന്ന് ചോദിക്കും, ത്രിപുരയാണ്. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ ഏതാ? പോസ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ നോക്കിയേ. അത് ബാംഗ്ലൂർ മെട്രോ ആണ്. ടിബറ്റിലത്തെ മാനസരോവർ തടാകത്തിൽ നിന്നും ചമയന്തും ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഏതാണ്? കിട്ടിയോ? അത് 2900 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അരുണാചൽ പ്രദേശില് ദിഹാങ് എന്നറിയപ്പെടും. ടിബറ്റില് യാർലിംഗ് സാങ്പോ എന്നറിയപ്പെടും. ബംഗ്ലാദേശില് ജമുന എന്നറിയപ്പെടും. പറയൂ. അത് ബ്രഹ്മപുത്രയാണ്. സിന്ധു നദിയാണെങ്കിൽ 2880 കിലോമീറ്റർ ആണ് കേട്ടോ. അത് അറബിക്കടലിൽ പോയി പതിക്കുന്നു. ഗംഗ 25 കിലോമീറ്റർ ആണ്. 2008 ദേശീയ നദിയാക്കി. ഗംഗ ഡോൾഫിനെ 2009. നർമ്മദ 1312 കിലോമീറ്റർ. ഡ്രിഫ്റ്റ് വാലിയിലൂടെ, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു നർമ്മദ കേട്ടോ, അമർഖണ്ഡ കുന്നുകളിൽ നിന്നും. ഇനി ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൽ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്? പൂർവ്വതീര സമതലം, പശ്ചിമതീര സമതലം, അതിന്റെ മധ്യഭാഗം, വടക്കു ഭാഗം, തെക്ക് ഭാഗം ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ? ഇതിനുത്തരം കിട്ടുമോ നോക്കിക്കേ. ഇതേതാ? അത് കോറമണ്ടൽ തീരവ. ഇതൊന്ന് നോക്ക്. നമ്മുടെ ഇന്ത്യ ഇത് കിഴക്കൻ തീരസമതലമാണ്.
പൂർവ്വതീര സമതലം എന്ന് പറയും. ഇവിടെ വടക്ക് ഭാഗത്തുള്ളത് നോർത്ത് സിർക്കാർ. ഓക്കെ, തെക്ക് ഭാഗത്തുള്ളത് കോറമണ്ടൽ കോസ്റ്റ്. രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, വടക്കൻ സിർക്കാർ അല്ലെ നോർത്ത് സിർക്കാർ. കോറമണ്ടൽ കോസ്റ്റ് ഉണ്ട് തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് വടക്കൻ സിർക്കാർ. എവിടാ? കിഴക്കൻ തീര സമതലം അല്ലെങ്കിൽ പൂർവ്വതീര സമതലം. ഇനി പടിഞ്ഞാറൻ തീര സമതലം ചോദിച്ചാലോ ഏതൊക്കെ വരും? മലബാർ കോസ്റ്റ് ആണ് ഏറ്റവും തെക്ക് ഭാഗത്ത്. നടുക്കായിട്ട് മധ്യഭാഗത്തായിട്ട് പടിഞ്ഞാറൻ തീര സമതലത്തിൽ പടിഞ്ഞാറൻ തീര സമതലത്തിലുള്ളത് കൊങ്കൺ കോസ്റ്റ്. ഈ പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് കോസ്റ്റ് ആണ് കേട്ടോ. ഗുജറാത്ത് കോസ്റ്റ് ആണ്. അപ്പൊ ഇത് മൂന്നെണ്ണം ഇവിടെ ഉണ്ട്. 1 2 3. ടോപ്പിലേതാ? മധ്യഭാഗത്തേതാ? ഏറ്റവും താഴെ ഏതാ? ഇനി കിഴക്കൻ തീര സമതലത്തിൽ ടോപ്പിലേതാ? താഴെ ഏതാ? ഇങ്ങനെയും ചോദിക്കും. കിട്ടിയോ? ഇനി കാർഗിലിനും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ഏതാ? ചോജില ചുരമാണ്. ഓക്കെ അല്ലേ? ഖൈബർ ചുരം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന് ഓർത്തു വെച്ചോണം കേട്ടോ. ഇനി ലത്തൂർ ഭൂകമ്പം നടന്നത് ഏത് വർഷമാണ്? എത്ര പഠിച്ചിട്ടും കാണാത്ത ചോദ്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു, കോമൺ ആയിട്ട് എടുക്കണം. ഇത് അറിയത്തില്ലേൽ ഇപ്പൊ പഠിച്ചെടുക്കണം. അതേതാ? 1993. അപ്പൊ എത്ര തെറ്റി സ്കിപ്പായെന്ന് പറയണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മില്ല് ഏതാണ്? ഏറ്റവും വലുത്. കുറച്ച് പഠിച്ചിട്ടുള്ളവരെ തെറ്റിക്കും ഇത്. എന്താ? ഈ സെറാംപൂരുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ബബിൾ ചെയ്യാനുള്ള ടെൻഡൻസി പ്രോ മാക്സ് അൾട്ര ആയിരിക്കും അല്ലേ? അതെ. ഏറ്റവും വലിയ പേപ്പർ മില്ല് ബെല്ലാർപൂരാണെന്ന് ഓർത്തോണം. ഏറ്റവും വലുത് ബെല്ലാർപൂരാണെന്ന് ഓർത്തോണം. ഫസ്റ്റ് പേപ്പർ മില്ലാണ് ഈ സെറാംപൂര്. ഫസ്റ്റ് പേപ്പർ മില്ലാണ് സെറാംപൂര്. നേപ്പാ നഗരോ? ന്യൂസ് പ്രിന്റ് കേട്ടോ. ഫസ്റ്റ് ന്യൂസ് പ്രിന്റ് എന്നും ഒക്കെ പറഞ്ഞ് ചോദിക്കും. ന്യൂസ് പ്രിന്റ് ചെയ്യുന്നതിലെല്ലാം തേപ്പാണെന്ന് ഓർത്തോണം. നേപ്പാ നഗർ പ്രീവിയസ് ക്വസ്റ്റ്യനാ. ന്യൂസ് പ്രിന്റ് ചെയ്യുന്നതെല്ലാം തേപ്പ. ഇതിലെ ആദ്യത്തെ ചുമർചിത്ര നഗരി ഏതാ? ഏത് വരും? അത് കോട്ടയവുമാണ്. ഫസ്റ്റ് പേപ്പർ മില്ലുള്ളത് സെറാംപൂരാണ്. ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു ബെല്ലാരിപ്പൂരുമാണ് അല്ലേ? അടുത്ത സംസ്ഥാനത്തെ മികച്ച കഴിവുള്ള യുവാക്കളെ കണ്ടെത്തി ലോകോത്തര ടെന്നീസ് കളിക്കാരാക്കുക എന്ന ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഈ കൂട്ടത്തിൽ ഏതാണ്? അറിയോ? അത് എയ്സ് ആണെന്ന് ഓർത്തോണേ. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രവുമായി നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊല്ലമാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെ? തൃശ്ശൂരാണ്. 2023 ക്വസ്റ്റ്യൻ. അതുപോലെ എല്ലാത്തിന്റെയും ചോദിക്കും കേട്ടോ. അതേപോലെ പെരിയാറിന്റെ നീളം എത്ര മൈലാണ്? അത് റിവേഴ്സ് എന്നുള്ള ഭാഗത്തിൽ. ഇത് അറിയത്തില്ല, അത് എഴുതണം. റിവേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്സ് എഴുതി വെച്ചത് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അറിയാത്ത ടോപ്പിക്സ് എഴുതി വെക്കണേ. പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിള പേരാറല്ല, അത് ഭാരതപ്പുഴ. പെരിയാറിന്റെ പേരെന്ന് പറയുമ്പോൾ ചൂർണി, പൂർണ്ണ, ശിവഗിരിയിൽ ഉത്ഭവിക്കുന്നു, വെമ്പനാട്ട് കായലിൽ പോയി പതിക്കുന്നു. 244 കിലോമീറ്റർ. കിട്ടിയോ? സ്കിപ്പ് ചെയ്തോ? ഇത് സ്കിപ്പ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ബിഗിനേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ റിവേഴ്സ് എന്നുള്ള ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യണേ കേട്ടോ. പിന്നെ 209 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നിള, പേരാറ്, മാമാങ്കം നടക്കുന്ന ഭാരതപ്പുഴ, ഇതാണ് ഭാരതപ്പുഴ കേട്ടോ. പിന്നെ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊട്ടൂരാണ് കേട്ടോ. കൊട്ടൂർ. ഇത് സ്കിപ്പ് ചെയ്തോ? കോന്നിയൊക്കെ ആദ്യം തരും. സ്കെലിട്ടൺ ഉണ്ട് ആനയുടെ ഗവിയില് അല്ലേ? സ്കെലിട്ടൺ മ്യൂസിയം അതും ഇതൊക്കെ ഉണ്ട്. ഓർത്തു വയ്ക്കുവോ? ഇനി പൊതുവിതരണ കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭിച്ച വർഷം എന്ത് ചെയ്യും? ഏതാ? 1966. ഇപ്പൊ തന്നെയാണ് താഷ്കന്ത് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ സമയത്താണ് ശബരിഗിരി പ്രൊജക്ട് വന്നിട്ടുള്ളത്. പിന്നെ 1966 എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണേ. പൊതുവിതരണ കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭിച്ച വർഷം. പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? എന്താ കൊടുക്കും? പേപ്പാറ. അറിയാവോ? കരമനയാണെന്ന് ഓർത്തോണം. ഓക്കെ, കരമനയാണ്. നെയ്യാറ് 56 കിലോമീറ്റർ. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആയിട്ടുള്ളത് കല്ലട കൊല്ലത്തിലാണ്. കൊല്ലത്തിലല്ലായിരുന്നു നീണ്ടകര അല്ലേ? പമ്പ പുളിച്ചിമലയിൽ നിന്ന് തുടങ്ങുന്നു. പുളിച്ചിമല. പമ്പ പോയി പതിക്കുന്നതും പെരിയാറ് പോയി പതിക്കുന്നതും എവിടെയാ? വെമ്പനാട്ട് കായലിലാണ്. വെമ്പനാട്ട് കായല് എവിടൊക്കെ ഏതൊക്കെ ജില്ലയിൽ വ്യാപിച്ച് കിടക്കുന്നു ഓർത്താൽ ഇനി വരുന്ന ക്വസ്റ്റ്യനും കിട്ടും കേട്ടോ. അതേപോലെ ശബരിഗിരി പദ്ധതി 1966 പമ്പയില. ശബരിഗിരി പദ്ധതി. അതുപോലെ താഷ്കന്ത് കരാർ നമ്മൾ പറഞ്ഞില്ല 1966. ലാൽ ബഹദൂർ ശാസ്ത്രി അയ്യൂബ് ഖാൻ ഒപ്പുവെച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി 1966 മരിക്കുന്നു. ശബരിഗിരി പദ്ധതി 66 ആണ്. അതേപോലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ 66 ആണ്. അത്രയും. ഓക്കെ. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളിൽ പെടാത്തത് ഏത്?
അപ്പൊ മനസ്സിലായോ? ഈ വെമ്പനാട്ട് കായലിലാണ് പമ്പയും പെരിയാറും പോയി പതിക്കുന്നത്. ഏറ്റവും വലിയ കായല, വമ്പൻ കായല, വെമ്പനാട്ട് കായല. അത് കൊല്ലവ. ആലപ്പുഴ, എറണാകുളം, കോട്ടയത്തിലുണ്ട് അല്ലേ? ഇനി മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് കണ്ണൂരാണെന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. കണ്ണൂരാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം എവിടെയാ? അത് തൃശ്ശൂരാണ് കേട്ടോ. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നതോ എവിടെയാ? അതേതാ? അത് കാസർഗോഡ് ജില്ലയാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ. തീർത്ഥാടക തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് പത്തനംതിട്ട. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 0 എത്തിയിട്ടുള്ള ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട. ഇതെല്ലാം ഓർത്തോണം. ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള കോന്നി 1888. ഏറ്റവും വലിയ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള റാന്നി, ഇത് രണ്ടും പത്തനംതിട്ടയല്ല കേട്ടോ. ഓക്കെ. അടുത്ത് മദ്രാസ് സർവകലാശാല കുമാരനാശാൻ മഹാകവി പട്ടം നൽകിയത് ഏത് വർഷമാണ്? ആ വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് ആ രണ്ടും പഠിച്ചു വയ്ക്കണം. 1922, 24 അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ഓക്കെ. 1904 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ നടത്തിപ്പുണ്ടായിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? അറിയാവോ? ഭയങ്കര കൺഫ്യൂഷൻ വരും. എങ്ങനെയാന്ന് പറയട്ടെ. മൂർക്കോത്ത് കുമാരൻ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലെ സ്കിപ്പ് അല്ലെ? മിതവാദിയാണ്. 1907 മൂർക്കോത്ത് കുമാരൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 13 ആയപ്പോഴത്തേക്കും സി കൃഷ്ണൻ ഏറ്റെടുത്തു. നമുക്ക് പിന്നെ അറിയാവുന്ന മിതവാദി സി കൃഷ്ണനാ. അപ്പൊ സി കൃഷ്ണൻ എന്നുള്ള ആൾ ഏത് പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോന്ന് എപ്പോഴും PSC ചോദിക്കും. അത് മിതവാദി. പക്ഷെ 1907 മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിലായിരുന്നു. 13 ആയപ്പോഴാണ് മിതവാദി സി കൃഷ്ണന്റെ എൻട്രി കേട്ടോ. പിന്നെ വിവേകോദയമാണെന്നുണ്ടെങ്കിൽ ഏതാ? SNDPയുമായി ബന്ധപ്പെട്ടത് കുമാരനാശാൻ ആയിരുന്നു ഇതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ? SNDP 1903 വിവേകോദയം. പിന്നെ അത് മാറിയിട്ട് എന്തായി മാറി? യോഗനാഥമായി മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അഖില കേരള അരേ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പറയൂ. അഖില കേരള അരേ മഹാസഭ. നല്ല അടിപൊളി ക്വസ്റ്റ്യനാ. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഇവിടെ അരയുണ്ട്, ഇവിടെ അരയുണ്ട്. അപ്പം അല്ലയോ, അത് ചെയ്യല്ലേ. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് അതൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ഗസ് വർക്കിൽ എളുപ്പം ചെയ്യാൻ PSC നിന്ന് തരത്തില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. ഓക്കെ. അപ്പൊ പണ്ഡിത് കറുപ്പനാണ്. ഓക്കെ ആണോ? ശരി. കൊച്ചി കായൽ സമ്മേളനം ഏതു വർഷമാ? 1913. അരേ സമാജം 1907. കവിതിലകം കിട്ടി. കേരള ലിങ്കൺ എന്നറിയപ്പെടും. പിന്നെ അതേപോലെ ജാതി മതം ഒക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരുടെ ചെന്ന് എടുത്തിട്ട് കുമ്മിക്കളയവർ. അങ്ങനെ ഓർത്തോണം. ജാതി കുമ്മി പണ്ഡിത് കറുപ്പന. ജാതി കുമ്മി, ജാതിയും പറഞ്ഞുകൊണ്ട് ചെന്ന കുമ്മും. ജാതി കുമ്മി പണ്ഡിത് കറുപ്പനാണ് കേട്ടോ. പിന്നെ പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ 1909. പൊയ്കേൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ, പൊയ്കേൽ യോഹന്നാൻ, പൊയ്കേൽ അപ്പച്ചൻ എന്നൊക്കെ തരുന്നതാ. അതേപോലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അടിലഹള. ഇദ്ദേഹമാണ് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. യുദ്ധവിരുദ്ധ ജാഥ. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ 1914 പൊയ്കേൽ യോഹന്നാൻ നടത്തിയിട്ടുണ്ട്. പാമ്പാടി ജോൺ ജോസഫിൻ്റെതാണ് ചേരമർ ബോയ്. ചേര, പാമ്പ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ചേരമർ ബോയ്. ചേര ഒരു സാധു ജീവിയാണ്. സാധുജനദൂതൻ, ഇതൊക്കെ പാമ്പാടി ജോൺ ജോസഫിൻ്റെവ കേട്ടോ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതിന് അയ്യങ്കാളി അല്ലെ? ഓക്കെ. പ്രചോദനമായിട്ടുള്ള സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം 1907. അത് പുലയ മഹാസഭയായി മാറി 1938. ഓക്കെ. ഇത് ആരുടെയാണെന്ന് ചോദിക്കുന്നത് ബേസ് ലെവൽ ചോദ്യമാ. അയ്യങ്കാളിയാ. പക്ഷെ ഇത് എന്ത് പ്രചോദനം കൊണ്ടാ വന്നതെന്നറിയാം? അതിന് ഞാൻ ഇങ്ങനെയാ പറയുന്നത്. സാധു SNDP സാധുജന പരിപാലന സംഘം SNDPയുടെ മാതൃകയിലായിരുന്നു. SNDP 1903 അതിന്റെ മുഖപത്രം അല്ലെങ്കിൽ എന്തായിരുന്നു, പ്രസിദ്ധീകരണം ഏതായിരുന്നു? നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞിട്ടുള്ള വിവേകോദയമായിരുന്നു SNDPയുടെ അല്ലെ? പിന്നീട് അത് യോഗനാഥമായി മാറി. ഓക്കെ. അതേപോലെ സാധുജന പരിപാലന സംഘം SNDPയുടെ മാത്രമല്ല, സാധു SNDP. അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘമുണ്ട് 1918 വക്കം മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അപ്പം സാധു SNDP ഓർത്താണ്. സാധുജന പരിപാലന സംഘം SNDP മാതൃകയല്ല. സാധുജന പരിപാലന സംഘം 1907. അത് പുലയ മഹാസഭയായി മാറി 38. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഉണ്ട്, വക്കം മൗലവിയുടേതാണ്. അത് 1918 കേട്ടോ.
അപ്പോൾ അതാരായിരുന്നു? SNDP ആണ്. ഓക്കെ അല്ലേ? അരേ സമാജം 1907. പണ്ഡിത് കറുപ്പൻ അല്ലേ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്? കൊച്ചി കായൽ സമ്മേളനം കവിതിലകം കിട്ടി, കേരള ലിംഗൻ എന്നറിയപ്പെടും. പണ്ഡിതിന്റെ അടുത്ത് ജാതിയും മതവും പറഞ്ഞു പോയ കുമ്മു എടുത്ത് ജാതി കുമ്മി, അത്രേ ഉള്ളൂ. പിന്നെ NSS 1914. ഈ NSS ഏതിന്റെ മാതൃകയിലാണെന്നറിയാവോ? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. ഓക്കെ. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ടുള്ള സാധുജന പരിപാലനി ആരംഭിച്ച വർഷവേദ അറിയുവോ? 1913. ഓക്കെ. സാധുജന പരിപാലന സംഘം വർഷം 1907. മഹാസഭയായി മാറിയത് 38. കേട്ടോ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതാരാ പറഞ്ഞത് അറിയാമോ? ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ആഗമാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ എന്തുവാ? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടും. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. തൈക്കാടയ്യ പന്തി ഭോജനം സൂപ്രണ്ട് അയ്യ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. ചട്ടമ്പി സ്വാമി ഹഠയോഗ പഠിക്കാൻ പോയി തൈക്കാടയ്യ അടുത്ത്. എന്നിട്ട് ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരോട് ഇരുന്ന് തൈക്കാടയ്യയുടെ കീഴിൽ ഹഠയോഗ പഠിച്ചു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമി മരിച്ചുപോയി. അപ്പൊ ആ ഒരു വിഷമത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയതാണ് ചട്ടമ്പി സ്വാമിക്ക് വേണ്ടി നവമഞ്ചേരി. റിപ്പീറ്റഡ് ചോദ്യം, അപ്പം അത് ഓർത്തു വെച്ചോണം കേട്ടോ. വൈകുണ്ഠ സ്വാമികള് സമത്വ സമാജം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ വൈകുണ്ഠ സ്വാമികളുടെ കേട്ടോ. 1836. ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും പ്രസ്ഥാനം പഠിക്കുന്നുണ്ടോ? അതിനുള്ള ഒരു ആൾക്കാരായിട്ടില്ല. പക്ഷെ അപ്പോഴേ വൈകുണ്ഠ സ്വാമികൾ വേറെ റേഞ്ചിലായിരുന്നു. സമത്വ സമാജം 1836. അതേപോലെ ചാനാർ ലഹള മാറുമറയ്ക്കൽ സമരം 1859 നേതൃത്വം കൊടുത്തത് ഇദ്ദേഹവുമാണ്. ഓക്കെ. തൂവയൽ പന്തികൾ, സ്വാമി തോപ്പ് വൈകുണ്ഠ സ്വാമിയെ ബന്ധപ്പെട്ടതാ. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. മുന്തിരി തോപ്പ്, സ്വാമി തോപ്പ്, നിഴൽ താങ്ങൽ വൈകുണ്ഠ സ്വാമികളാണ്. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പൊയ്കയിൽ യോഹന്നാൻ ആരാ? കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞില്ലേ? പറ. ഏത് കൊടുക്കും? കേരള ലിംഗൻ കേട്ടോ. കേരള ലിംഗൻ. കവിതിലകം ആരായിരുന്നു? പണ്ഡിത് കറുപ്പൻ. ഈ പണ്ഡിതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജാതിയുടെ കാര്യം പറഞ്ഞാൽ കുമ്മും, ജാതി കുമ്മി. അപ്പൊ അത് ഓർമ്മയുണ്ടോ? അരയ സമാജം 1907. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അടുക്കളയിലും ട്രാവൽ ചെയ്തും ജോലി ചെയ്തും ഒക്കെ കേട്ട് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആണെന്നുള്ളൊരു കമന്റ് ഉണ്ട്. അത് ഇവിടെ തട്ടി കേട്ടോ. അപ്പൊ അത് യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യണേ, പറയണം, എന്നെ അറിയിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അല്ല ഞാൻ ഇത്ര ഇത് റിപ്പീറ്റ് ചെയ്യത്തില്ല. കേരള ലിംഗൻ, പണ്ഡിത് കറുപ്പൻ, അരയ സമാജം 1907. കൊച്ചി കായൽ സമ്മേളനം 1913. പിന്നെ കൊച്ചി പുലയ മഹാസഭയുണ്ട് 1913, ഇദ്ദേഹത്തിൻ്റെതാണ്. ബാക്കി പൊയ്കയിൽ യോഹന്നാന്റെ ഇത്ര എണ്ണം പഠിച്ചു വെച്ചോണം. ദ്രാവിഡ ദളിതൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാന കേട്ടോ. വാക്കത്താനത്ത് വെച്ച് ബൈബിള് കത്തിച്ച് പ്രതിഷ്ഠിച്ചത് പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇരവി പേരൂർ ആസ്ഥാനമാക്കി നടത്തിയത്. അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. പുലയൻ അയ്യപ്പൻ ആരായത് അറിയാവോ? പുലയൻ അയ്യപ്പൻ. അപ്പൊ നമ്മുടെ മറ്റേ ബുദ്ധി ഓണാവും. അയ്യപ്പൻ ടാലിയാക്കാം. അതും ശരിയായി. പക്ഷെ എല്ലാ തവണ അത് ചെയ്യരുത്. PSCക്ക് നമ്മളോട് വലിയ സ്നേഹമൊന്നുമില്ല. ഇതെങ്ങനെ മാച്ചത്തെ ഫോളോയിങ് പോലെ തരാന്. അപ്പം സഹോദരൻ അയ്യപ്പന്, അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി അല്ലെ? യുക്തിവാദി ആരുമായി ബന്ധപ്പെട്ട? സഹോദരൻ അയ്യപ്പൻ. സഹോദരനെ നമ്മൾ മിസ് ചെയ്യും. മിശ്ര ഭോജനം. സഹോദരനെ മിസ് ചെയ്യത്തില്ല ചിലപ്പോൾ, അടുത്ത് വന്നാൽ കൊള്ളത്തില്ല, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യും. മിശ്ര ഭോജനം വീഡിയോ കാണണം. പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെത് യുക്തിവാദി. ഭയങ്കര യുക്തിവാദമൊക്കെ പറയും. യുക്തിവാദി സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാ. വേലക്കാരൻ എന്നുള്ളത് സഹോദരൻ അയ്യപ്പന്റെ പ്രസിദ്ധീകരണം, ഡെയിലി വർക്കേഴ്സിന്റെ മാതൃകയിലുള്ളതാണ്. പിന്നെ മിശ്രഭോജനം നടത്തിയത് ചെറായിൽ വെച്ച് സഹോദരൻ അയ്യപ്പനാ. തൈക്കാടയ്യ ഓർമ്മയുണ്ടോ? ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും ഹഠയോഗ പഠിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി മരിച്ചപ്പോൾ നവമഞ്ചരി എഴുതി അല്ലെ? അയ്യങ്കാളി 1893 അല്ലെ? 1893 വില്ലുവണ്ടി യാത്ര നടത്തി.
1915 പെരിനാട് ലഹള, ഊരുട്ടമ്പൽ ലഹള, 90-ാം ആണ്ട് ലഹള നയിച്ചു അയ്യങ്കാളി. കുട്ടികൾക്ക് വേണ്ടി, താഴ്ജാതിപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം ഒക്കെ തുടങ്ങിക്കൊടുത്തു 1904. പിന്നെ കുമാരഗുരുദേവന, പൊയ്കൽ യോഹന്നാൻ. നവോത്ഥാനത്തിന്റെ മാത്രം ഒരു സെഷൻ എടുത്തു തരാൻ പോകട്ടെ. പ്രിപ്പറേഷൻ തുടങ്ങി. 2026 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പുറകിലോട്ട്. ഇപ്പൊ നവോത്ഥാനം മാത്രം ആകുമ്പോൾ അതും റിലേറ്റഡ് മാത്രം കേട്ടാൽ ഒരു സെഷൻ കൊണ്ട് എന്തായാലും, കാരണം മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ റിലേറ്റഡ് പറഞ്ഞ് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, പിന്നെ ഒരാൾ പഠിച്ചു തുടങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കണം. ക്ഷമയോടിരുന്ന് കാണുക. ഒരു 15-20 മിനിറ്റ് സർവേ ചെയ്യുമെന്ന് പറയണം. ആ 20 മിനിറ്റ് ഇവിടെ വരെ എത്തിയ ആൾക്ക് മനസ്സിലാവും, ഇതിന് പഠിക്കാൻ പറ്റും, ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പറയണേ. അപ്പോ ഇത്രയൊക്കെ. ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, പ്രാചീന ഭാഷ അല്ല ആദ്യ ഭാഷ പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു തൈക്കാട് അയ്യ, ഹഠയോഗ പഠിപ്പിച്ചു കൊടുത്തതാ. ഇദ്ദേഹം മരിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരു നവമഞ്ജരി എഴുതിയത്. ആരാ? ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, പിന്നെ ആദ്യ ഭാഷ പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി. ചട്ടമ്പി, അവന്റെ ചിന്ത കണ്ടോ? അത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. ആഗമാനന്ദ സ്വാമി ആരായിരുന്നു? കേരള വിവേകാനന്ദൻ അല്ലെ? 2 തവണ ചോദിച്ചിട്ടുണ്ടത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ 1918. ഈ 1918 ഇപ്പൊ എന്തോർന്ന് നമ്മൾ പറഞ്ഞു? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം മൗലവിയുടേത്. ആ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പറയാൻ എന്തോ കാരണം ഉണ്ടായിരുന്നു. അത് SNDPയുടെ മാതൃകയിലാണ് തുടങ്ങി. SNDPയുടെ മാതൃക വേറെ ഏതോ ഓർമ്മ ഉണ്ടായിരുന്നു. സാധു SNDP, സാധുജന പരിപാലന സംഘം 1907 തുടങ്ങിയത് SNDPയുടെ മാതൃകയിൽ അല്ലേ. 50-ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ 1924 നയിക്കാൻ മന്നത്ത് പത്മനാഭനെ നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കിട്ടിയോ? മഹാത്മാ ഗാന്ധിയാണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോഴേ 50 ക്വസ്റ്റ്യൻസ് ആയി. എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റി, എത്രണ്ണം സ്കിപ്പ് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ മൊത്തം സ്കിപ്പ് ആയിക്കോട്ടെ, ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് തുടങ്ങും. ഈ ഒരു ട്രാക്ക് പിടിച്ചാൽ തന്നെ ഇതുവരെ പഠിക്കാത്ത ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പ്രിലിംസ് കട്ട് ഓഫ് കിടക്കണം, നല്ല കട്ട് ഓഫ് വന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം കേട്ടോ. അപ്പൊ 50 കഴിഞ്ഞു. ഇനി 50 ജെറ്റ് പോലെ പോവുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോഡ് മാത്രം ആക്കാൻ പോവുക. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? എന്ത് ചെയ്യും? വന്നു അത് ഏതാ? ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിലായിരുന്നു. കടൽ തീരം ഇല്ലാത്ത സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, കടൽ തീരവേ ഇല്ല, തെലുങ്കാനയാണ്. ലാസ്റ്റ് ഫോംഡ് സ്റ്റേറ്റ് ഏതാന്ന് ചോദിക്കുക, അത് തെലുങ്കാനയായിരുന്നു അല്ലേ. 2014. ആന്ധ്രാപ്രദേശ് വേണം എന്ന് പറഞ്ഞ 1953 പോറ്റി ശ്രീറാമുലു നിരാഹാരം കിടന്ന് മരിച്ചു കേട്ടോ. ആദ്യം ഫോം ചെയ്തിട്ടുള്ള സംസ്ഥാനം ആന്ധ്രയും, 56 ആന്ധ്രാപ്രദേശും. ഓക്കെ. മിശ്രവിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യം ഏതാ? അത് സേഫ് ഹോം ആണ്. ഓക്കെ. ഇതുപോലത്തെ സ്കീമുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. സ്കീമുകളും പൊതുജനാരോഗ്യവും ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതെല്ലാം മാരത്തോൺസ് ആണ്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ളത്. ഇത് കാണണം കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെടും. ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ നഗരത്തിൽ എത്തുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അമ്മമാരോടൊപ്പം 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ അവർക്ക് വേണ്ടിയുള്ള 1 ഡേ ഹോം പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? ഏത് കൊടുക്കും? നമുക്ക് ഒട്ടും അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അത് എഴുതി വെക്കണം. അതായത് സ്കീമാണ് നമുക്ക് വീക്ക്, അപ്പൊ സ്കീം പഠിക്കണം. എന്നിട്ട് ആ സ്കീം പഠിച്ചിട്ട് വേണം അടുത്ത എക്സാം എഴുതാൻ. അടുത്ത എക്സാം എന്ന് വേണം നിങ്ങൾ കമന്റ് ചെയ്യണേ. കണ്ടിന്യൂ ചെയ്യാൻ ഡെയിലി തരാനും ഞാൻ റെഡിയാ കേട്ടോ. അപ്പൊ അതേതാ? ഇതേ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ളതും അല്ലെ, മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതലുള്ളതും എറണാകുളമാണ്. പിന്നെ നിലവിലെ കേരള നിയമസഭയിലത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? നോക്കിക്കേ. നിലവിലെ നമ്മൾ 2 മിനിറ്റ് ഒക്കെ എടുത്ത് സമയം കളയുന്ന പരിപാടി കളയണം. നമ്മുടെ ആപ്പിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്, എല്ലാം ചെയ്യണേ, ഇമ്പ്രൂവ് ചെയ്യാം. നിലവിലെ എന്ന് പറഞ്ഞ് ചോദിച്ച് മാറ്റം വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്യും. നിലവിലത്തെ ആരാന്നറിയാം? സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ.
ഓക്കെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനുമാണ് കേട്ടോ സ്പീക്കർ. പക്ഷെ അത് 10th പ്രിലിംസിന് വരുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കണം. എന്തായാലും ഡിഗ്രി പ്രിലിംസിന് നോക്കണ്ട, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലോക്ക്ഡൌൺ കാലത്ത് മാനസിക സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആൾക്കാർക്ക്, എനിക്കും. ലോക്ക്ഡൌൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ഹോമിയോ വകുപ്പ്, അടുത്തവണ ചോദിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് അറിയാമോ? അരികെയാണെന്ന് ഓർത്തോണം. സ്കീം അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ട ഭയങ്കര ബെറ്റർ ആവും. 0 നോളജ് ആണെങ്കിലും 90% പോയി നിൽക്കും. ഒരു 10% ചോദ്യം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ആർക്കും പറ്റാത്തതായിരിക്കും. നിങ്ങൾ എന്തായാലും 90% ബെറ്റർ ആവും. ഓക്കെ, അടുത്ത വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ പുതുതായി പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വെബ് പോർട്ടലിന്റെ പേരെന്താണ് അറിയാവോ? എന്തോ അതിന്റെ പേര് തെറ്റിപ്പോയി. അത് നമ്മുടെ കേരളമാണ്. ആ വെബ്സൈറ്റ് ഒന്ന് കാണണോ? നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളം. നമ്മുടെ കേരളം, നമ്മുടെ കോഴിക്കോട്. നമ്മുടെ കേരളം ഇത് ഹോം, വകുപ്പുകൾ, പരീക്ഷാഫലം, മന്ത്രിയുടെ പൊതുജന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ആരോഗ്യ വകുപ്പ്, ഈ ഹെൽത്ത് കേരളം ഉണ്ട്, ഈ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഓരോ ജില്ലയ്ക്കും വേണ്ടി സിവിൽ സപ്ലൈ വകുപ്പിന്റെ ഉണ്ട്, കേരള ടൂറിസം വകുപ്പ്, സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, വിജിലൻസ്, കേരള പോലീസ്, പോലീസ്, ജയില്, മദ്യം സ്റ്റേറ്റ് ലിസ്റ്റാ, കൃഷി വകുപ്പ്, കൃഷിയും സ്റ്റേറ്റ് ലിസ്റ്റാ, കെ സ്മാർട്ട് കണ്ടോ, KSEB, കെ ഫോൺ, ഇതൊക്കെ ഏതിൻ്റെ അകത്തുണ്ട്? നമ്മുടെ കേരളത്തിന്റെ അകത്തുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കോ, കറണ്ട് ആണ്. 800 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളും ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്ന ഹെർബൽ റോഡ് നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ് അറിയാവോ? അതിന് എന്തൊക്കെ ക്ലൂ തരാം? അതിന് ഞാൻ ആദ്യം ആൻസർ ഓർക്കണം. ഉത്തർപ്രദേശ് കേട്ടോ, ഉത്തർപ്രദേശാണ്. 1857 ഏറ്റവും കൂടുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. 2021-22 അധ്യയന വർഷം സംസ്ഥാന സർക്കാർ വിക്ടേഴ്സ് ചാനലിൽ കേട്ടോ സംപ്രേഷണം ചെയ്തിട്ടുള്ള പാഠ്യ പദ്ധതി ഇതിൻ്റെ അകത്ത് ഏതാ? ഫസ്റ്റ് ബെൽ 2.0. അത് ഭയങ്കര റിപ്പീറ്റഡ് ബേസ് ചോദ്യമല്ലേ? അതെ. സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷന്റെ ചെയർമാൻ ഏതാണ്? ഇത് ഇപ്പോഴത്തെ റീസെന്റ് ചോദ്യം അല്ല കേട്ടോ, ഇതുപോലത്തെ കയറി വരും. വേറൊന്നുമല്ല, ചിലപ്പോൾ ബാക്കി ചോദ്യത്തെ നമ്മളെ ബാധിക്കണം. കാരണം ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് ഫേസ് ചെയ്ത അടുത്ത ചോദ്യത്തിലും എൻ്റെ മനസ്സിൽ സ്വകാര്യ ബസ് ചാർജ് എനിക്ക് അറിയത്തില്ല, എനിക്കിത് കിട്ടത്തില്ലയോ, ചിലപ്പോൾ ഒരു 4-5 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും ഇത് കണ്ടത്. അപ്പൊ പിന്നെയും മനസ്സ് ഡൗൺ ആവണ്ട. ഓക്കെ. അടുത്തത് 25 അതെ, ജസ്റ്റിസ് രാമചന്ദ്രൻ. ഞാൻ ഉത്തരം വായിക്കാതെ പോന്നു എന്നൊരു കമന്റ് കണ്ടു, അതുകൊണ്ട് അത് വായിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കേട്ടോ. പിന്നെ അടുത്ത 2025-26 സീസൺ രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആര്? വാവുവാ പറയാവോ? ഓപ്ഷൻ എയിൽ സർവീസസ് കൊണ്ട് തരാൻ കാരണം എന്താ? നമ്മൾ അത് ബബിൾ ചെയ്യണം. കാരണം ഇതിനു മുന്നേ നമ്മൾ ജയിച്ചിട്ടുള്ളതെല്ലാം സർവീസ് പഠിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ ആണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി 4 കൊല്ലം മുമ്പ് മാത്സ് ആണ്. ഇപ്പം മുതൽ പോസ് ചെയ്ത് ട്രൈ ചെയ്യണം. അപ്പോൾ മനസ്സിൽ വായിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. വിളച്ചിലെടുക്കരുത്, പേപ്പർ എടുത്തിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ നാളെ എക്സാം ഹോളിൽ പോയിരുന്നിട്ട് അത് ചെയ്താൽ സൂപ്പറാ. പിന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. 61, 62 പോസ് ചെയ്തോ, ഉത്തരം കാണിക്കാം. 61A, 62B. അതുപോലെ നമ്മുടെ 99ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിലെത്തിയതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കമന്റ്സിലെല്ലാം ഞാൻ കണ്ടു. അപ്പം ഇതിൽ എന്തെങ്കിലും സപ്പോസ് വന്നാ ഞാനത് മെൻഷൻ ചെയ്തു തരാം കേട്ടോ. അതുപോലെ കമന്റ്സ് ലൈവ് ആയിരിക്കും. അടുത്തത് 63ഉം 64 പോസ് ചെയ്തേ. ഇംഗ്ലീഷ് അങ്ങനെ ഒന്നും മിസ്സാക്കണ്ട, എല്ലാത്തിലൂടെയും പോകണം. ഒരു വകയത്തിൽ എല്ലാം ടച്ച് ചെയ്ത് പോയാൽ രക്ഷപ്പെടും. 63, 64. നമ്മുടെ അടുത്ത ടു ഡു ലിസ്റ്റ് നവോത്ഥാനമാണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് ടോപ്പിക് വേണമെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. കമന്റ്സിൽ നിന്നുകൊണ്ട് എടുത്തതാ. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവർ ലൈക്ക് ചെയ്യ്. അപ്പം അതിനർത്ഥം അത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ. അടുത്ത 65, 66 പോസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് പോകാവേ. പോസ് ചെയ്തിട്ട് നോക്ക്. പോസ് ചെയ്യാതെ ഇപ്പോഴും പ്ലേ ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? 65B, 66A. മാത്സിന്റെ ആക്ച്വലി ഞാൻ ആൻസർ കീസ് അതേപോലെ എടുത്ത് പറയുമോ, ഞാനത് സോൾവ് ചെയ്ത് നോക്കില്ല. അതുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അറിയാഞ്ഞത്. പക്ഷെ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. അയ്യോ 65, 66, 67, 68. ഉത്തരം നോക്കല്ലേ ഇപ്പം? നിങ്ങൾ ഇത് നോക്ക്, ചെയ്ത് നോക്കിക്കേ കിട്ടുന്നുണ്ടോന്ന്. 67A, 68C. ഇത് കിട്ടുന്നു നോക്ക്. മാത്സ് അല്ലേ, കിട്ടണം. ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ മാത്സിന്റെ മാത്രം ഒരു ലാസ്റ്റ് ഒരു 5-6 വർഷത്തെ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യിപ്പിച്ച് തരട്ടെ സാറാ. പിന്നെ അടുത്തത് ഇതൂടെ 69, 70, 71. കിട്ടിയോ? 69, 70, 71 ചെയ്യണേ. 72, 73 ട്രൈ. പോസ് ചെയ്യുക, ചെയ്തിട്ടേ പോകാവൂ. കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് എക്സാം തരാം നിങ്ങൾക്ക്. അപ്പോഴേ ടൈം മാനേജ്മെന്റ് വരത്തുള്ളൂ. അല്ലാതെ 75 മിനിറ്റുള്ള എക്സാം എഴുതുന്ന ലൈവ് എക്സാം നമുക്ക് തുടങ്ങും ഇപ്പം കേട്ടോ. ലൈവ് എക്സാം ഞാൻ തരാം. അതായത് ആ ടൈമിൽ വന്ന് നിങ്ങൾ എഴുതണം. ഞാൻ പറഞ്ഞു തരാം. അതിപ്പം ഇതാക്കണ്ട, ഞാൻ പറഞ്ഞു തരാം അത് എപ്പോഴാണ് ഏതാന്നുള്ളത്. അടുത്ത 74, 75. 74A, 75D, 76. സപ്പോസ് അടുക്കളയിരുന്ന് ജോലി ചെയ്യുന്നവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേട്ടു പഠിക്കാൻ പറ്റത്തില്ല. ഇത് വർക്കൗട്ട് ചെയ്യണേ. അത് പിന്നീടായാലും ടൈം ഉള്ളപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ച് ചെയ്താൽ മതി കേട്ടോ. ബെറ്റർ ആകാൻ പറ്റും. ഒറ്റ ലക്ഷ്യമുള്ളത് നമുക്ക് 1% ഇമ്പ്രൂവ്മെന്റ്. അല്ലാതെ കമന്റ് സെക്ഷനിൽ വന്ന് 90, 80 മാർക്ക് കിട്ടിയവരെ നമ്മൾ കമ്പയർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ 6 വർഷം പഠിച്ചു, 4 വർഷം പഠിച്ചു, അല്ലെങ്കിൽ കുത്തിയിരുന്ന 2 മാസം പഠിച്ചു. നമുക്ക് എഫേർട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മാർക്കല്ലേ കമ്പയർ ചെയ്ത്. നമ്മൾ നമ്മുടെ പ്രോഗ്രസ് നോക്കാവും, എന്നാലേ നമുക്ക് വളരാൻ പറ്റും. ആലോചിച്ചേ, വേറൊരാളെ ഫോക്കസ് ചെയ്ത് നമുക്ക് വളരാൻ പറ്റും. നമുക്ക് 10 പേപ്പേഴ്സ് ചെയ്യുമ്പോൾ 10% ഇമ്പ്രൂവ്മെന്റ് വരും. അതുപോലെ കഷ്ടപ്പെട്ടവരായിരിക്കും ആ മാർക്ക്. നമ്മൾ ഒരു നാൾ ഇതുപോലെ കമന്റ് ചെയ്യുമ്പോൾ വേറൊരാൾ ഡൗൺ ആയിരിക്കും, നമ്മളും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത്ര വർഷം ഞാൻ പഠിച്ചതാ, അല്ലെങ്കിൽ ഇത്ര ടൈം ഞാൻ പഠിച്ചതാ, അതുകൊണ്ടാണ് ആ ഇമ്പ്രൂവ്മെന്റ് അല്ലേ, പോസിബിൾ അല്ലേ? ഇപ്പൊ 80, 90 ഒക്കെ കമന്റ് ചെയ്യുന്നവർ ഒരു വർഷം ബിഗിനർ അല്ലായിരുന്നോ? 76, 77, 78 പോസ് ചെയ്തേ. 77A, 78C, 79, 80. ഇത് കഴിഞ്ഞാൽ സയൻസ് ആണ്. 79B, 80 ആണെങ്കിൽ B. ഇനി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഡാഷ്. നമ്മളെ സിനിമയ്ക്കകത്തൊക്കെ മാസ്സായിട്ട് കാണിക്കും ചിലപ്പം. എപ്പോഴാ സിനിമയിലെ ഹീറോയോ വില്ലനെയൊക്കെ ബാറിലൊക്കെ പാട്ടൊക്കെ കേൾപ്പിച്ച് മാസ്സായിട്ട് കാണിക്കും. ബാറിൽ വെച്ച് കാണിക്കുന്നത് മാസ്സായിട്ട്. സെയിം മാസ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഐസോ ബാറുകളാണ്. മാസ്സായിട്ട് ബാറിൽ വെച്ചൊക്കെയാണ് ഹീറോസിനെയും വില്ലനെയൊക്കെ ചുമ്മാ ഇൻട്രോ കാണിക്കുന്നത്. മാസ്സായിട്ട് ബാറിൽ വെച്ച് സെയിം മാസ് നമ്പർ ആണെങ്കിൽ ഐസോ ബാർ ആണ്. സെയിം ആറ്റോമിക് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഐസോ ടോപ്പ് ആണ്. ഐസോ ടോപ്സ് ആണെന്ന് ഓർത്തോണം. ആറ്റം ടോപ്പ് ആണോ? പിന്നെ അടുത്ത രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാ അറിയത്തില്ല, സ്കിപ്പ്. എന്നിട്ട് സയൻസിന്റെ റിലേറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് കമന്റ് ഇടണം. ഒരാൾക്ക് 50,000 കമന്റ് ഇടണം, നോ പ്രോബ്ലം. പക്ഷെ അറിയിക്ക്. ഓക്കെ, അപ്പം ഇതാണ് പ്രൊമീത്തിയോ. ഒന്നാമത്തെ ഏതെന്നൊരു ആഗ്രഹം കാണുമല്ലോ. ടെക്നീഷ്യം ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രൊമീത്തിയോ. 1 ടെക്നീഷ്യൻ, 2 പ്രൊമീത്തിയോ. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? എല്ലാത്തിൻ്റെ അകത്തെ ആസിഡ്സ് പഠിച്ചിട്ട് പോകണം. ബേസ് ലെവലിൽ ചോദിക്കാം. ഇനി പോകെ സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇതേതാ? ഓക്സാലിക് ആസിഡ് ആണ്. ലാക്റ്റിക് ഒക്കെ ആണെങ്കിൽ പാലിലടങ്ങിയിട്ടുള്ളതാന്ന് നമ്മൾ പറയും അല്ലേ. അടുത്തത് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനല്ലേ ഉദ്ദേശിച്ചത്? അതേതാ? അത് ഗ്രാഫൈറ്റ് ആണെന്ന് ഓർത്ത് വെച്ചോണേ കേട്ടോ. ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ താഴെ തന്നിട്ടുള്ള മൂലകങ്ങളെ ക്രമീകരിക്കുക. ആറ്റോമിക് നമ്പറിന്റെ സെയിം ആറ്റോമിക് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഏതായിരുന്നു? ഐസോ ടോപ്പ്. സെയിം മാസ് നമ്പർ ആണെങ്കിൽ മാസ് ആയിട്ടുള്ളവരെ ബാറിലൊക്കെയാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ഐസോ ബാർ. ഇതിലേത് ഓർഡറാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത എന്തു പറയും? പറയാവോ? പോസ് ചെയ്യുക, ചെയ്യണം. അത് ഡക്റ്റിലിറ്റി എന്ന് പറയും കേട്ടോ. പിന്നെ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാ? ദൈവഗണിക കണ്ടെത്തി ഹിഗ്സ് ബോസോൺ അല്ലേ. ഹിഗ്സ് ബോസോൺ ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ. പിന്നെ അധാര്യ വസ്തുവിന് ഉദാഹരണം അല്ലാത്തത് ഏത്? അധാര്യം മീൻസ് കാണത്തില്ല, ട്രാൻസ്പെറന്റ് അല്ലാത്തതെന്നാണ്. ഇംഗ്ലീഷ് പഠിച്ചിട്ട് വന്നൊരു മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം മനസ്സിലാവും.
പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവെ മലയാളം ട്രാൻസ്ലേഷൻ വളരെ ബോറാ. ഏതാ? തടി കൂടെ കാണത്തില്ല, കല്ലി കൂടെ പേപ്പറിൽ കൂടെ കാണത്തില്ല, ഗ്ലാസ് ആണ്. ഇനി ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് താഴെ പറയുന്നത് ഏതാ? എല്ലാത്തിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്, പ്രഷർ, പാസ്കൽ, അതുപോലെ ഓരോന്നിന്റെയും പഠിച്ചിട്ട് പോയാൽ ചോദിക്കും. അത് ആംബിയർ ആണ്. ഓക്കെ. ഭൂമിയുടേത് പോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഇത് എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ 1 മാർക്കിന്റെ. പക്ഷെ അതങ്ങോട്ട് സുഖമായിട്ട് കിട്ടുന്നുമില്ല അല്ലേ? അതിനൊരു സൊല്യൂഷൻ പറയട്ടെ. ഞാൻ കൊച്ചിലെ എടുത്ത ക്ലാസ് എന്നാ പിള്ളേർ പണ്ട് പറഞ്ഞ്. ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടേ ഫസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. വീഡിയോസിൽ പോവുക, ഓൾഡസ്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് ഇതേ സോളാർ സിസ്റ്റം തമ്മിലൊക്കെ ഇപ്പൊ ആക്കിയതാ കേട്ടോ. തമ്മിൽ ഇപ്പൊ ആക്കിയത് സംഭവം നിങ്ങൾ കാണണം. അത്യാവശ്യം മോഷൻ ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള. പിന്നെ ഞാനത് ഡൗൺ ആക്കിയില്ല. എന്താ, നല്ല GK ഉണ്ട്. അത് പഴയതാണെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ ആഡ് ഇരുത്തി കാണിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. അപ്പൊ അതിന്റെ ഫ്രീ ക്ലാസ് ഇവിടെ കിടപ്പുണ്ട്, അത് കണ്ടു നോക്ക്. ടൈം ഉള്ളപ്പോൾ ഇരുന്ന് കാണും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരിക്കും അത്. ഫോട്ടോ 9 സോളാർ സിസ്റ്റം ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ മൂവിയും ഭയങ്കര ആനിമേഷനാണ് അതൊക്കെ. കൊച്ചിലത്തെ ഒന്നും പറയണ്ട, GK ഇപ്പോഴും ട്രെൻഡിങ് കേട്ടോ. അപ്പോ ഇത് നിങ്ങൾ കണ്ടു പഠിക്കണേ. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഓരോന്നിന്റെയും വെച്ചും പറയുന്നുണ്ട്, നല്ല രസമാണ്. ഓക്കെ. സൂര്യന് ഇത് ഓരോന്നിന്റെ ആയിട്ടും പടവും മൂവ്മെന്റും ആയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു തീർക്കണേ. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തത് റെറ്റിനോൾ ഏത് ജീവകത്തിന്റെ രാസനാമമാണ്? റെറ്റിനോൾ അറിയാവോ? ജീവകം A ആണ്. മലേറിയ പരത്തുന്ന രോഗമാണ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഇതിന്റെ ഓരോന്നും പേരും അതും പഠിക്കണം. റിലേറ്റഡ് ഫാക്ട്സ് തരാമേ. മലേറിയ പരത്തുന്ന രോഗമാണ് ഇതിൻ്റെ അകത്ത് പ്ലാസ്മോഡിയം. അടുത്ത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അറിയാവോ? അതേതാ? വയോ അമൃതമാണ് കേട്ടോ. വയോ അമൃതമാണ്. കിടപ്പ് രോഗികളായിട്ടുള്ളവര് ഇല്ലേ, അത് വയോമിത്രമേ എന്നുള്ളത് അത് ഓർത്തോണേ. അതേപോലെ ഈ സ്കീംസിന്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞില്ല, അത് കണ്ടു തീർക്കണം. കേരളത്തെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? നീ എന്താ ഇഞ്ചി കടിച്ച പോലെ അമ്പലത്തിൽ നിൽക്കുന്ന കണ്ടോ? ഞാൻ രാവിലെ തൊഴുതില്ലേ? എടാ ബ്രേക്കപ്പ് ആയി. ഇഞ്ചി ഓർത്തോണം, അതുകൊണ്ട് ദൈവത്തിനോട് തൊഴാൻ വന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇഞ്ചി കടിച്ച പോലെ നിൽക്കുന്നുണ്ട് അമ്പലം വയലില്ല. പിന്നെ കോഫി കുടിക്കുമ്പോൾ ചുണ്ടയിലല്ലേ വെക്കുന്നത്? കോഫി ചുണ്ടയിൽ. ഓടക്കാലിയാണെങ്കിൽ പുൽത്തൈലം, പുല്ല് ഓടിക്കും എന്ന് ഓർത്താൽ മതി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം കേട്ടോ. ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒരു സെഷൻ തരാം, കമന്റ് കണ്ടായിരുന്നു. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ഏത്? അറിയോ? 98. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളത്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി തുടങ്ങിയത്. 2002 ഫ്ലാഗ് കോഡ് ഉള്ളത്. നീളവും വീതിയുടെ റേഷ്യോ 3:2 ആണ്. ഇത് നോക്കിക്കേ, പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏത്? നമുക്ക് ആരും ഇല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നും, പോകത്തോണ്. നമ്മുടെ ബോഡി കിടന്ന് വൈറ്റ് ബ്ലഡ് സെൽസും ഫൈറ്റ് ചെയ്യുക, എല്ലാത്തിനെയും തീർക്കുക. ആലോചിച്ചോ? അപ്പോ ഇതിന്റെ എല്ലാം എന്തുവാ? ശരിയാണ്, ഓൾ ഓഫ് ദി എബവ്. പിന്നെ വാഗസ് നാഡി എന്നറിയപ്പെടുന്നത് ഏതാ? 10ാം സെരോനാഡി. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാ? ഓപ്ഷൻ എ എപ്പോഴും ഡൗട്ടോട് കൂടിയ കാണാവേ, അത് വൻകുടലാണ്. പിന്നെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ റഷ് വരുമ്പോൾ വരും. ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ അല്ലെ, ഇതിൽ ഇഷ്ടപ്പെട്ടവരുടെ മുന്നിലോ എല്ലാം പോയി നിന്ന് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടോ? അഡ്രിനാലിൻ ആണ് അത്. അതുപോലെ മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താ? എൻ്റെ ഓർമ്മയുണ്ടല്ലോ, ബ്രഹ്മാണ്ടമാണെന്ന് ഓർത്തോണം. സെറിബ്രം, ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഓർമ്മ, ചിന്ത, ബുദ്ധി ഒക്കെ ഒന്ന് പറയത്തില്ലേ, അതൊക്കെ സെറിബ്രമാണ്. സെറിബെല്ലം എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ അഫക്ട് ചെയ്യുന്നത്, ബെല്ലും ബ്രേക്കും ഇല്ലാതാവും വന്നത്, അത് സെറിബെല്ലോ ആയിട്ട് കണക്ട് ചെയ്തോണേ. പിന്നെ മെഡില്ലോ ഒബ്ലാങ്കേറ്റ് ഇൻവോളണ്ടറി ആക്ഷൻസ്, അതായത് നമ്മുടെ ശ്വാസം അതുപോലത്തെ കാര്യം നമ്മൾ കൺട്രോൾ ചെയ്തതാണോ? അല്ല, ഓട്ടോമാറ്റിക്. അത് മെഡില്ലോ ഒബ്ലാങ്കേറ്റ് ആണ്. തലാമസ് ആണ് നമ്മുടെ റിലേ സെന്റർ. പെയിൻ കില്ലേഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നത് ഈ റിലേ സെന്ററിലാണ്. ഇത്ര ഓർത്ത് വെക്കോ. അപ്പോഴേ നമ്മുടെ ആപ്പിന്റെ അകത്ത് ഫ്രീ കോഴ്സസിന്റെ അകത്ത് ഇതിന്റെ PDF ഇപ്പൊ അപ്ലോഡ് ആക്കും ചെയ്യണം. ആദ്യമായിട്ടുള്ളവരുണ്ട്, ടെസ്റ്റ് സീരീസസ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി എന്ന് പറഞ്ഞ് ബിഗിനർ എന്നുള്ള രീതിയിൽ പഠിച്ചു വരണമെങ്കിൽ ഈ ബാച്ച് ഉണ്ട്. LDC 2007
27 റാങ്കേഴ്സ് മാച്ച് ഉണ്ട്. 799 രൂപയാണ്. ഓഫർ പ്രൈസ് ആണ്. അതെ, ഡെഡിക്കേറ്റഡ് ടെലിഗ്രാം ചാനലുണ്ട്. അതേപോലെ ഇതുണ്ട്, വീക്ക്ലി എക്സാംസ് അടക്കം ഓരോ ആഴ്ച ഏത് പഠിപ്പിച്ചോ അതിന്റെ വീക്ക്ലി എക്സാം ഇവിടെ ഉണ്ടാവും. അതിന്റെ ലീഡർ ബോർഡ്സ് എടുത്തിടും. കാരണം പഠിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യണം, പഠിക്കാത്തവരെ അത് കാണിച്ച് പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ടൈം ടേബിൾസ് ഉണ്ടാവും. ഇപ്പോഴത്തെ ജോഗ്രഫിയാണ്, ഇത്ര ക്ലാസ്സേ ആയിട്ടുള്ളൂ. അതിലെ ഓരോ ക്ലാസ്സും ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതിന്റെ ടെസ്റ്റ് സീരീസസും ഇവിടെ കിട്ടും. കണ്ടോ, ആദ്യത്തേത് ജോഗ്രഫിക്കകത്തുനിന്ന് കേരള ജോഗ്രഫി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. കാരണം പതിയെ ഒരു ക്ലാസ് വെച്ചിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത്. അത് 2 ആക്കും 3 ആക്കും. കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വസ്തുക്കളല്ലേ സിലബസിലെ ഫസ്റ്റ് ഭാഗം, അതിൽ കയറി അതിന്റെ 1, 2, 3, 4 ക്ലാസ് എന്താ എഴഞ്ഞെഴഞ്ഞ് റിപ്പീറ്റ് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ടെസ്റ്റ് സീരീസസ്, ആ ക്ലാസ്സിൽ പഠിപ്പിച്ച ടെസ്റ്റ് സീരീസസ് ഉണ്ടാവും, PDF ഉണ്ടാവും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടും പറ്റും. നിങ്ങൾക്ക് കോൺവെർസേഷന് വേണ്ടി നിങ്ങളുടെ ബാച്ചുകാരെല്ലാം ഒരുമിച്ച് താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലും ചേരാം. ഇതെല്ലാം കൂടെ 799 ഉള്ളൂ കേട്ടോ. അതേപോലെ നമ്മുടെ 10th പ്രിലിംസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്കുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു ബാച്ച് ഉണ്ട്. അത് നമ്മുടെ 10th പ്രിലിംസുകാർക്ക് വേണ്ടി ഇതുണ്ട്, ഈ ബാച്ച് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 10 കമ്പനി ബോർഡ് LGSന് വേണ്ടി അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെതും റിലേറ്റഡ് ഫാക്ടറുകൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് സബ്ജക്ട് വൈസ് ഫുൾ ആൾക്കാരെ പഠിക്കാൻ വേണ്ടി മാത്സ്, കെമിസ്ട്രി, കറണ്ട് അഫയേഴ്സ്, ഫിസിക്സ്, ആർട്സ്, സ്പോർട്സ്, കേരള ജോഗ്രഫി, ബയോളജി, ഇങ്ങനെ ഓരോന്നും പഠിക്കാനും ബാച്ചസ് ഉണ്ട്. അതേപോലെ ഡിഗ്രി മെയിൻസിന് ബാച്ചസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുക. അടുത്ത ക്ലാസ് എപ്പോൾ വേണമെന്നും പറയണം. അപ്പോൾ ബൈ, നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.